വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. ഹായ് ഗൈസ്, ഹായ് എല്ലാവർക്കും ഹായ്. പ്രശ്നങ്ങളാണ്, മനസ്സിലായോ? നന്നാവാൻ സമ്മതിക്കൂല. അപ്പം കുറച്ച് കാര്യങ്ങളങ്ങ് പറയാന്ന് കരുതി. ഒരാൾക്ക് മാത്രം എന്തും പറയാന്നുള്ള ഒരു മൊണോപോളി നടക്കൂലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നിട്ട് പോകാന്ന് കരുതി. നമ്മള് ഒന്നിലും ഇടപെടണ്ട, ഒന്നിലും ആവൂല എന്ന് കരുതി നമ്മളെ കാര്യം നോക്കി പോകുമ്പം വലിച്ചിറക്കുന്നതാ, മനസ്സിലായോ? ഹലോ ഗൈസ്. എന്ത് ഗൈസ്? വീഡിയോ വേണം ചോദിക്കുക. വേണ്ട വീഡിയോ ഒക്കെ സീനാവും, പ്രശ്നമാവും. അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഞാന് മൈക്ക് മാറി കിടക്കണോ? ചാറ്റ് അതെറ്റി? ഇല്ല. ഓക്കെ. ഇവിടുത്തെ മൈക്ക് എന്താ നോക്കട്ടെ. ഇല്ലല്ലോ. ഓക്കെ. ഇപ്പൊ റെഡി ആയില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. വെയിറ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഞാൻ ഭാര്യനെ പോലെ കൂടെ ഇരുന്ന് 3 മണിക്കൂർ കഥയെല്ലാം കേൾക്കും. പക്ഷെ എന്നെ അങ്ങ് പറ്റിക്കും. ഞാൻ ഇതിലെല്ലാം വിശ്വസിച്ച ഒരു പൊട്ടനെ പോലെ ഭാര്യ ഇരുന്ന് കേൾക്കുന്ന പോലെ ഇരുന്ന് കേട്ട് ഇതെല്ലാം ഞാനങ്ങ് വിശ്വസിക്കും. ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ഈ ഇരുന്ന് ഇതൊക്കെ വിശ്വസിക്കണതെന്നും ഈ കൊട്ട പറയണതൊക്കെ സത്യമാണെന്ന് കരുതി വിശ്വസിച്ച് ഇവന്റെ ട്രാപ്പിൽ പോയി ഓരോന്ന് എൻ്റെ തൊള്ളയിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ നോക്കണതാണ് എന്നുള്ളതൊക്കെ എന്താന്നുള്ളത് സത്യാവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇവന്റെ ഒരു വിചാരമുണ്ട്, ഇവൻ മാത്രം ഇവൻ എന്തോ ഒരു വലിയ സംഭവം എന്നുള്ളൊരു തോന്നലുണ്ടടാ ഇവന്. സീരിയസ്ലി ഞാൻ പറയാം, ഇവൻ അങ്ങനെ എന്തോ ഒരു ഇവൻ എന്തോ ഒരു വലിയൊരു കുണ്ണയാണ് എന്നുള്ളൊരു തോന്നൽ ഇവനുണ്ട്, മനസ്സിലായോ? ഈ കൊട്ടക്ക് സീരിയസ്ലി പറയാം. ഞാൻ ഇവനൊരു റെസ്പെക്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിന്. പക്ഷെ ഒരു കാര്യമില്ല. ഞാൻ ഇന്നലെ നോക്കുമ്പോഴേ ഇവിടെ നിങ്ങൾ നോക്കണം, ഞാൻ ഇന്നലെ ഇവിടെ മറ്റേ പോർച്ചുഗലിൽ നിന്ന് മാറി ഞാൻ ഫ്രാൻസ് ആയി എന്നൊക്കെ പറഞ്ഞ് ഫണ്ണായി ഒരു അരമണിക്കൂർ ലൈവ് ഇട്ട് പോയി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടെ കടന്ന് ഞാൻ ഉറങ്ങാന്ന് കരുതി. ഉറങ്ങാൻ വേണ്ടിയാണ് നിന്നപ്പം ഭാഷ എൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ട് ദിഗോഡ് ഇതേമാതിരി പറയണേ, ഷെയ്ക്കിനൊക്കെ ഇരുന്ന് അവിടെ ആരാധിക്കണായിരുന്നു. ആര്? അപ്പോൾ ഈഗിളിരുന്ന് ആരാധിക്കുകയാണ്. ഈഗിളിനൊന്ന് വിളിച്ചുകൊണ്ട് എന്താ സംഭവം ചോദിച്ചു നോക്ക്. ഈഗിളല്ലേ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് സംസാരിച്ച് സെറ്റാക്കാം, അല്ലാതെ വെറുതെ ലൈവിലിരുന്നാണ്ട് അനാവശ്യമായിട്ട് പറയില്ല എന്നൊക്കെ പറഞ്ഞത് ഈഗിൾ തന്നെ അല്ലായിരുന്നോ? ഒന്ന് വിളിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോ പുള്ളി എന്തോ എന്നെ ഇടിക്കണം എന്നുള്ള മൈൻഡില്, മനസ്സിലായ? പറഞ്ഞോ ചോദിക്കേ, ഞാൻ ലൈവാ, ഞാൻ സ്പീക്കറിലാ, പറ. ഇവ ആരാടാ? ഇവനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു ലൈവാണെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ട് വിളിയാറുള്ളൂ, അല്ല ഞാൻ എന്ത് ഇവനോട് ആ ലൈവിൽ എന്ത് പറയാനാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്. പിന്നെ ഞാൻ കട്ടാക്കി കണ്ട ആരെ ലൈവ്, ഇവന്റെ ലൈവ് ഒന്നും ഞാൻ പോയി നോക്കുമ്പോ ലൈവ് ഒന്നല്ല. പിന്നെ ഞാൻ നോക്കുമ്പോ ഡ്രീമറൊക്കെയാണ് ഡ്രീമറിന്റെ ലൈവിലിരുന്ന് അങ്ങനെ അമ്പി ചാറ്റ്. ഞാൻ പറയട്ടെ, അമ്പി എന്നുള്ളൊരു സാധനം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഉമ്മാരുടെ അടുത്ത് പറയുന്നുണ്ട്. എടാ, ഈ പറയണ എല്ലാം ഒരു ഫാൻ ഫൈറ്റ് പോലെ കണ്ടാൽ മതി. മെസ്സിനെ പെസ്സിന്നും റൊണാൾഡോനെ പെനാൾഡോ എന്ന് പറയണ പോലെ ഇന്ന അമ്പിന്നും ഓനെ കൊട്ടയെന്നും വിളിച്ചത് അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഞാനൊക്കെ ഇപ്പോൾ ആ സെൻസിൽ എടുക്കണുള്ളൂ എന്നുള്ളത് ഞാൻ ഓൾറെഡി ഉമ്മാരോട് പറയണതാ, ഈവൻ എൻ്റെ മോഡ്സിനോടാണെന്നുണ്ടെങ്കിൽ പോലും. പക്ഷെ ഇന്നലെ ഈ അമ്പി എന്നുള്ള പേര് അത് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ആക്ക്. ഇവന്റെ ഒരു വിചാരമുണ്ട്, ഇവന്റെ അടുത്ത് മാത്രം എടാ വാച്ച് പാർട്ടിയാണോ അവിടെ വാച്ച് പാർട്ടിയാണോ നോക്കണേ? വേറെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? ഇന്നൊരു പണിയില്ല. ഇവന് ഇത് ചെയ്യണതും എന്തിനിങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ കൺവേർട്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ ഇവ എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒക്കെ സാധനം ഞാൻ കാണിച്ചു തരാം. ഇവന്റെ ഒരു വിചാരം ഇവന്റെ മാത്രമാണ് പ്രൂഫ് ഉള്ളതെന്നും ഇവൻ മാത്രം എന്തോ വലിയൊരു കുണ്ണയാണെന്നുള്ളതൊക്കെ ഉണ്ട്. അത് ഞാൻ ശരിയാക്കി തരാം. അല്ല കൊട്ട നന്മക്കുണ്ണന്റെ 1.5 മണിക്കൂറിന്റെ എന്തോ ഒരു വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. 2 മണിക്കൂറിന്റെ ഒരു വോയിസ് എനിക്ക് കേൾപ്പിക്കാണ്ട്. 2 മണിക്കൂർ 3 മിനിറ്റുള്ള ഒരു വോയിസ്, മനസ്സിലായ? എടാ
കുണ്ണെ നീയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു സാധനം റെക്കോർഡ് എടുത്ത് വെച്ച് ഓരോരുത്തരും ഊമ്പിക്കാൻ പറ്റും എന്നുള്ളത് നമ്മളടക്കം പഠിപ്പിച്ചെന്നത് നീയാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ എടുത്തു വെച്ചിരുന്നു. എന്നെങ്കിലും ഇന്ന് നാളെ എന്നൊന്നും അല്ല, ഏതെങ്കിലും ഒരു കാലത്ത് ടി വി ആയിട്ട് അടി വരുന്ന ഒരു സമയത്ത് എനിക്കിട്ടെതിരെ എന്തായാലും ഈ കുണ്ണ വരും എനിക്ക് ഉറപ്പേനു. അതുകൊണ്ട് നീ ഇതിൽ പറയുന്ന വോയിസ് വ്യക്തമായിട്ടുണ്ട്. നീ ഇന്നലെ പറഞ്ഞല്ലോ T47 ഞാൻ ഊമ്പിച്ചു, അതേമാതിരി ഞാൻ എടുത്തില്ല, ഞാൻ അമ്പി കളിച്ചു എന്നൊക്കെ. എന്നെ അമ്പി കളിപ്പിച്ചതും എടുക്കാതിരിപ്പിച്ചതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഈ 2 മണിക്കൂറിന്റെ ഇത് ഞാൻ കേൾപ്പിക്കും. ഞാൻ കേൾപ്പിച്ച് തന്നിട്ടേ പോളൂ. ഇതിൽ വ്യക്തമായിട്ട് ഞാൻ ഇരുന്ന് കേട്ട് ഞാൻ ഫുള്ളി നോക്കി വെച്ചിട്ട് ടൈം ഫ്രെയിം അടക്കം ഞാൻ എടുത്ത് നോക്കി വെച്ചിട്ടുണ്ട് ഇതിൽ, മനസ്സിലായോ? രണ്ട് ക്ലിപ്പ് ഉണ്ട്. ഇത് ഞാൻ പ്ലേ ചെയ്യും. അത് പ്ലേ ചെയ്ത് ഇത് ബോധിപ്പിച്ചിട്ട് നീ ഒരു വിചാരമുണ്ട്, നിനക്ക് എല്ലാവരും അങ്ങ് കൺവേർട്ട് ആക്കി നിനക്ക് തോന്നിയ പോലെ എന്തു പറഞ്ഞ് നിന്റെ അടുത്ത് കുറച്ച് ഓഡിയൻസ് ഉള്ളതിന്റെ ധൈര്യത്തിൽ എന്ത് പറയുവാണെങ്കിലും പറഞ്ഞു പോവാന്നുള്ളൊരു തോന്നല്. ആ തോന്നൽ എനിക്ക് വേണ്ട, മനസ്സിലായോ? നീ ആരാടാ കുണ്ണെ? നിന്റെ വിചാരം നീ ലൈവിൽ ട്രിഗർ ആയി എന്ന് കരുതി പിന്നെ നിനക്ക് ആ കണ്ണി കണ്ട എല്ലാരും തന്തക്കും തള്ളക്കും വീട്ടുകാരും എല്ലാരും പറയാ നീ ആരടാ മൈരെ? അല്ലേ, ഞാൻ നോക്കുമ്പോ ഇന്ന് ബ്രാവോന്റെ ലൈവിൽ വന്നിട്ട് എന്താ പറയണോ പീഡിനേറ്റുള്ള സിറ്റുവേഷൻ ഞാൻ സംഭവം എന്നല്ല ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാല് എന്താ പറയാ ഈഗിളിപ്പം എന്തിനപ്പം നമ്മളെ പറ്റിപ്പോൾ ഡ്രാഗ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്താ? നമ്മളെ പ്ലേസ് എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോന്ന് കരുതി ഞാൻ പോയി നോക്കുമ്പം നമ്മളെ പ്ലേസ് ഒന്നുമില്ല. പീഡിനേറ്റ് അടി പൊട്ടിയതിനാണ് അവിടെ RG7 എവിടെ പോയാലും നമ്മള്, മനസ്സിലായ? ഒരു കാര്യമില്ലാതെ അവിടെ നമ്മള്. അപ്പൊ ഞാൻ നോക്കുമ്പം ഇന്ന് ബ്രാവന്റെ ലെവലിൽ ഇരുന്നാണ്ട് പറയാ പീഡിനേറ്റ് അടി പൊട്ടിയിട്ടും ഇങ്ങനെ ഈ ഒരു സംഭവത്തില് എടാ എന്നിട്ടും നമ്മൾ TV അല്ല ഡൗൺ ആയത്, നിങ്ങൾ തന്നെ ഡൗൺ ആയത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മൾ തന്നെ ഡൗൺ ആയത്. അപ്പം PD ഇപ്പൊ ഞാൻ എടുത്തോ? ഭരത് സാറിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ PD എന്റെ കയ്യിലാണോ? PD എനിക്ക് മനസ്സിലാവണില്ല. ഈ PD-യിലും ഞാന് എല്ലായിടത്തും ഞാൻ PD-യിൽ ആകെ ഇന്നലെ പറയാം നോക്കിയ എന്ന് പറയുന്ന ഒരു പ്ലെയർ കഴിഞ്ഞ 1 വർഷമായിട്ട് ഓൾറെഡി PD-യിൽ കളിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട നോക്കിയന്റെ വായിന്ന് പോലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം പോലും TVനെതിരെയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കൊട്ടക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവിടെ RG7 നമ്മളൊക്കെ വെറുതെ ഇരുന്ന് അവരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് എല്ലാവരും നോട്ടീസ് ചെയ്തൊരു സംഭവം ഉണ്ടാവും, എന്താണ് ഫ്ലഫി ഇഷ്യൂ ഉണ്ടായിട്ട് എന്താ ഞാൻ പറയുന്നത്. ഒമാര് ഇതേമാതിരി ഞാൻ പറയാം ട്രൈ ഹാർഡായിട്ട് ഇതിക്ക് അറക്കുകയാണ് നമ്മളെ, മനസ്സിലായോ? എല്ലാത്തിൻ്റെയും പ്രൂഫ് ഉണ്ട്. ഷമീറിനെയും തൊപ്പിനെയും ഇരുന്ന് ആരാധിക്കണതും രാജുഭായിനെ ഇത് വേറെ പണിയുണ്ട്. അതെല്ലാം പറഞ്ഞ മുത്തേ അവിടെ പോയിട്ട് റാംബോനോടും രാജുഭായിനോടൊക്കെ നമ്മളെ കുറ്റം പറയും, നമ്മടുത്ത് വന്നിട്ട് ഉമ്മാരെ കുറ്റം പറയും. നാരദന്റെ പണി എങ്ങനെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വാച്ച് പാർട്ടിയാണോ? എടാ കാണണ്ടേടാ കൊട്ടപ്പൂരി ഓഫാക്കി പോടാ, വേറെ വല്ല പണിയെടുക്കടാ മണ്ട. പോയിട്ട് എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാണ്ട് ചെയ്യേ. ഞാൻ നമ്മളെ ആൾക്കാരോടെ പറയണേ അവിടെ ഇരുന്ന് കണ്ട് ഇന്റെ ലൈവ് മുമ്പല് ഓഫാക്ക് വാച്ച് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ. ഓൻ വലിയ കുണ്ണ വന്നിട്ടുണ്ട് ഇവിടെ. ഓന്റെ വിചാരം ആരാ? ഇവനെ ഞാൻ പറയാ ഇവന്റെ പരിപാടി എന്താ അറിയോ? ഇവൻ ആരും ലൈവിലിരുന്ന് അവരാധിക്കുക, മനസ്സിലായോ? ഇവനെതിരെ ആരും പറയാൻ പറ്റൂല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓഫ്ലൈനിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പേടിപ്പിക്കും. ഇന്ന് മാക്കിന് ഞാൻ പറയാനാവില്ലെന്ന് വിചാരിച്ചാൽ ഇന്ന് മാക്കിന് മെസ്സേജ് വെച്ച് കണ്ട് ഒരുത്തൻ്റെ മുഖം ഞാൻ നോക്കൂല. ഈവൻ നിന്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും അല്ല ഈ പറയുന്ന ആരതും ഞാൻ നോക്കൂല. നിങ്ങൾക്കറിയോ ഈ പറയുന്ന നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യും അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരു സഹായത്തിന് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ വിഷയങ്ങളൊക്കെ ഈ പറയപ്പെട്ട ചങ്ങാനോട് പറയണത്. അത് ഇവൻ കൂടെ ഒന്നും ഊമ്പിക്കൂല എന്ന് കരുതി വിശ്വസിക്കാണ്ട് പറയണതാ. പക്ഷെ ഇവ അതൊന്നല്ല, ഇവ അതൊക്കെ റെക്കോർഡാക്കി വെച്ചാണ്ട് ഒരു സമയം വരുമ്പോ ഇവനെ ഊമ്പിച്ച അല്ല അത് പറയാ നിങ്ങക്ക് ഒരുപാട് പ്രൂഫ് ഉണ്ട് മുത്തേ. ഇന്റെ അടുത്ത് വിളിച്ചുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു ഇതേമാതിരി ഞാനും റാംബോ മാക്കും കൊട്ടന്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നാണ്ട് വർത്താനം പറയാം. ഇവനെ കൊട്ടയെന്ന് തന്നെ ഞാൻ വിളിക്കുള്ളൂ, സീരിയസ്ലി പറയാം. ഇവനോട് എനിക്ക് പറയാ കുറച്ച് സ്നേഹവും കുറച്ച് റെസ്പെക്റ്റും ഉണ്ടായിന്. ഇന്നേ വരെ ഇന്റെ ലൈവില് മോശമായിട്ട് ഈ ചെങ്ങാനെ പറ്റി കൊട്ടയെന്നോ ചട്ടീന്നോ അല്ലെങ്കിൽ TVക്കെതിരെയോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. കൊണ്ടുവരാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വരെയുള്ള എല്ലാ ലൈവും നോക്കിക്കോട്ടെ. നമ്മളായിട്ട് പോയിട്ടില്ല. വാച്ച് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഊമ്പ് മൈരെ കുറച്ചേരം ഇന്ന തൊലിച്ചു കണ്ട് എനിക്ക് വിറ്റുകാണ്ട് കോൺട്രവേഴ്സി ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അത്ര വ്യൂസ് ഉണ്ട് ഇത്ര വ്യൂസ് ഉണ്ട് അറിയും.
ഒരു മാസത്തിൽ ഒരു 22 കോൺട്രവേഴ്സി ഈ കുണ്ണ പിടിക്കും, മനസ്സിലായോ? വെറുതെ ആരെങ്കിലും ഒക്കെ ഇരുന്ന് ചൊറിഞ്ഞുകാണ്ടും വെറുതെ ഇരിഞ്ഞിട്ട് കണ്ടോ ഈ പറയപ്പെട്ട ഈ ടി വിയിലെ ഇറ്റാച്ചും പിന്നെ അതേപോലെ പാലോലും ഇരുന്നുകാണ്ട് ഈ മറ്റേ ഫ്ലഫിനെയും റിഗോഡിനൊക്കെ ഇരുന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഒക്കെ കേസ് അറിയാഞ്ഞിട്ടോ അതാ കഴിഞ്ഞിട്ടൊന്നല്ല. ഞാൻ ഇതുവരെ ഇന്ന് വരെ നമ്മളെ സൈഡിൽ നിന്ന് വെറുതെ ഒരു പ്രശ്നം ഇനീഷ്യേറ്റ് ചെയ്യണ്ടെന്ന് കരുതിയാണ്ട് നമ്മൾ മുണ്ടാതിരുന്നിട്ടുള്ളൂ. പക്ഷെ ഇവ അതൊന്നല്ല. ഇവ ഇപ്പൊ ഇന്ന് മാക്കിനെ വിളിച്ചുകൊണ്ട് പറയാണേ, വെയിറ്റ് ആക്ക്, ഞാൻ സ്ക്രീൻഷോട്ട് ഒന്ന് നോക്കട്ടെ. വിളിച്ചു പറയല്ല, മെസ്സേജ് അയച്ചത്. ഫോൺ അടിച്ചു പോയാ ഏഴാമത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ അടിച്ച് പൂട്ടിച്ചിട്ടാ, റിപ്പോർട്ട് അടിച്ചങ്ങാണ്ട് പൂട്ടിച്ച്. അയ്യോ നീ ട്രൈയാഡ് ചെയ്യുമോനെ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇത് നിർത്തി അങ്ങോട്ട് പോകേണ്ടി വന്നാലുണ്ടല്ലോ നിന്റെ ഈ ഊമ്പിത്തരത്തിനൊന്നും കൂട്ടുക എനിക്ക് പറ്റൂല, മനസ്സിലായ? വെയിറ്റ് ചെയ്താ ആ കുണ്ണയോട് ഊമ്പിത്തരം കാണിക്കുന്നത് നിർത്താൻ പറ, അന്നേരം ആരും തന്തക്ക് വിളിക്കില്ല. ശരിക്കും എന്തിനാ തന്തക്ക് വിളിച്ചതെന്ന് ചോദിച്ചപ്പോ പറയാണ് ഈ കുണ്ണ, ആ കുണ്ണയോട് ഊമ്പിത്തരം നിർത്താൻ പറ, അന്നേരം ആരും തന്തക്ക് വിളിക്കില്ല. എന്ത് ഊമ്പിത്തരാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു RG7 തുടങ്ങിയതിന് ശേഷം തന്നെ നമ്മൾ നല്ല ടേംസിൽ സംസാരിച്ചിട്ടുള്ളൂ തന്നെ കൂട്ടിക്കോ. എന്നിട്ട് എന്ത് ഊമ്പിത്തരം ഞാൻ ചെയ്തു എന്നുള്ളതാണ് വിത്ത് പ്രൂഫ്. എന്തെങ്കിലും ഒരു കുണ്ണയില്ലായ്മ തന്നെ ഞാൻ ചെയ്തതിന്റെ നീ കൊണ്ടുവരാണേ കൊട്ടെ, ഈ പരിപാടി ഞാൻ നിർത്തിപ്പോവും, മനസ്സിലായോ? ഈ പരിപാടി നീ കാണുന്നുണ്ട് നിനക്ക് അറിയാം കൊട്ടെ. അതുകൊണ്ട് നീ ഇത് അങ്ങനെ വിത്ത് പ്രൂഫ് ഞാൻ എന്തെങ്കിലും ഊമ്പിത്തരം ചെയ്തിരുന്നുണ്ടെങ്കിൽ നീ അത് പറ. മാക്കിനെ വിളിച്ചാണ്. അത് നിന്റെ കാര്യമാണേലും എവന്റെ കാര്യമാണേലും ഞാൻ നോക്കൂല. എന്റെ ഫാമിലി മൊത്തം ഡ്രാഗാക്കി ഗ്രൂപ്പിൽ അവരാധിക്കുക. എടാ കുണ്ണെ ഞാൻ പറയട്ടെ, ഈ ഇന്നലെ ഇപ്പം എന്താ പറയാ ലൈവിലിരുന്നാണ്ട് അമ്പി ആണെങ്കിലും അമ്പിന്റെ തന്തയാണെങ്കിലും എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ അമ്പി ആണെന്ന് ഞാൻ സമ്മതിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. കൊട്ടയാണെന്ന് നീയും സമ്മതിക്കരുത്. ഈ കൊട്ടേന്റെ തന്ത വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോണില്ല, മനസ്സിലായോ? നിന്നെ ഇരുന്നാണ്ട് ഈ പറയുന്ന തൊപ്പിനെ നീ എങ്ങനെ ഊമ്പിക്കാൻ നോക്കിയെന്നുള്ളതിന്റെ നീ എന്നെ പറയുന്ന റെക്കോർഡ് ഇന്റെ അടുത്തുണ്ട്, മനസ്സിലായില്ലേ? അത് ഞാൻ കേൾപ്പിച്ചുതരാം, നിങ്ങൾ കേൾക്കണം കൈസ്. ഇവന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ, ഇവന്റെ പരിപാടി ഒരുത്തനെ എന്തെങ്കിലും ചൊറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവന്റെ കൈമ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടാവും. ഇവന്റെ കൈമ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവും. ആ സാധനം കിട്ടിയിട്ട് ഈ പറയുന്ന പോലെ ഇവന് അയാളെ ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തെങ്കിലും ചെറുതായിട്ട് ഒരു ചൂണ്ടങ്ങനെ ഇട്ട് വെക്കും, കൊത്തുണ്ടോന്ന്. അപ്പൊ നമ്മൾ പൊട്ടന്മാരെ പോലെ അയിമ കയറി കൊത്തി കഴിഞ്ഞാൽ ഇവ ഇരുന്ന് അങ്ങ് അവരാധിക്കാൻ തുടങ്ങും. ഒറിജിനൽ സാധനം ഞാൻ കാണിച്ചു തരാം, കേൾപ്പിച്ചുതരാം. ഷമീർ ആൻഡ് തൊപ്പിനെ പറ്റി പറയണത് 36ാമത്തെ മിനിറ്റിൽ കേൾക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ഓസി ആയിട്ട് കുണ്ണേ നീ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഊമ്പിയ, ഓസി ആയിട്ട് ഇരുന്ന് നീ എന്തെങ്കിലും ഇരുന്ന് പറഞ്ഞ ഈ പറയപ്പെട്ട RG7 മെമ്പേഴ്സിനെ അല്ലെ VH മെമ്പേഴ്സിന്റെ എന്തെങ്കിലും ഒരു ഓസി നീ ഇരുന്ന് അവിടെ ഊമ്പിയ അപ്പൊ ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായ? നീ അവിടെ ഇരിക്ക് വെയിറ്റ് ചെയ്യ്. സ്ക്രീൻ ഷെയറാ കാണ്. ഇവന്റെ വിചാരം ഇന്ത്യയും ഈ സാധനം ഒന്നും ഇല്ലായിരുന്നോണ്ട് എന്തെല്ലോ റെക്കോർഡ് ഉണ്ടെങ്കിൽ എന്താടാ കുണ്ണെ? മറ്റേ ഇന്ത്യന്ന് മറ്റേ താലിബാൻക്ക് മറ്റേ ഇന്ത്യന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിന്റെ മറ്റേ വോയിസ് ഒന്നും അല്ലല്ലോ. ഇന്നെടുത്തുങ്ങാണ്ട് അങ്ങനെ പീനൽ കോഡിൽ മറ്റേ ഇവിടെ കൊണ്ടുപോയാണ്ട് ഇന്നെ ശിക്ഷിക്കാന് അന്റെ ഈ പൂറ്റിലെ RP കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും വോയിസ് ഡിസ്കോഡിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെ മൂഞ്ചിയത് പറയാനാണെന്നുണ്ടെങ്കിൽ മയിര് എനിക്ക് വേറെ പരിപാടി ഉണ്ട്, മനസ്സിലായോ? ഞാൻ അതങ്ങ് പിടിച്ച് പോവും. അല്ലാതെ ഇതിലൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഇന്നേ വരെ ഈ കുണ്ണക്കെതിരെ ഇരുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവന് കടി വന്നടാ ചുമ്മാ. ഇത് ഇടയ്ക്കിടയ്ക്ക് പീരീഡ്സ് ഇളകുന്നവന്. എന്റെ ഓരോ അണ്ടി ഏറ്റവും 36ാമത്തെ മിനിറ്റിൽ ഒരു സാധനം പറയുന്നുണ്ട് കേട്ടോ. പേർക്ക് ഇപ്പം സ്റ്റിയറിംഗ് വീലായി. എല്ലാരും സ്റ്റിയറിംഗ് കൊടുത്തു കേട്ടോ. കൊടുത്തോ? ആർക്ക്? ഞാനും ബ്രാവോ ആയിട്ട് കോൾ ചെയ്ത. ഇനിയിപ്പോ ഇവൻ അയ്യോ അവിടെ ഇരുന്ന് കാണ്ട് കൺവേർട്ടിങ് കൊട്ടയല്ലേ, കൺവേർട്ട് ചെയ്യട്ടെ. പക്ഷെ കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവര് മനസ്സിലാക്കിയാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവന്റെ ആൾക്കാരൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക്, മനസ്സിലായില്ലേ? ഇവന്റെ ആൾക്കാരൊന്നും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് ആൾക്കാരെ മാത്രം എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് കേൾക്കണേ കേട്ടോ. എന്താ പറയാ, ഇവൻ പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ഇതേമാതിരി ഇന്നെ ഒരു കഴിഞ്ഞ നമ്മൾ ഗ്യാങ് ഫോം ആകാത്ത അന്ന് ഉച്ചക്ക് ഇതേപോലെ വിളിച്ചപ്പം ഞാൻ ഇവന്റെ അടുത്ത് വിളിച്ചു കണ്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തപ്പോൾ ഇന്റെ അടുത്ത് പറഞ്ഞു T47 പ്ലേസിനൊക്കെ ഞാൻ ഇന്ന് ആരാധിക്കാൻ പോവാണ്, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് എൻ്റെ അടുത്തൊന്നും പറയല്ലേന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവൻ T47 പ്ലേസിനാണ് ആരാധിക്കാൻ പോകണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. മാക്കിനെ വിളിച്ചുകൊണ്ട് ഞാൻ ആരെയും ആരാധിക്കാൻ പോകണില്ല പറഞ്ഞു. ഫ്ലഫിനെ വിളിച്ചുകൊണ്ട് ഡയോസിനെ ആരാധിക്കാൻ പോവാണ് പറഞ്ഞു. മൊത്തത്തിൽ
എല്ലാവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിങ്ങാണ്ട് ലാസ്റ്റ് ലൈവ് വന്നപ്പോൾ ഫുൾ അവരാതെ എനിക്കായി. ഇവനെ വിശ്വസിച്ച് കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്ത് T47 മെമ്പേഴ്സ് കയറാൻ നോക്കിയതിന്റെ കഥ മൊത്തം ഇവ ഇന്ത്യയിൽ ഇങ്ങനെ എന്നാ കുടിച്ചോ പട്ടി ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ടുമാരി ഇങ്ങനെ ഇട്ടെന്ന് ഞാൻ ഒരു പൊട്ടനെ പോലെ ഇതിങ്ങനെ കേട്ട് ഇവനെല്ലാം ചോദിച്ചതിനെ പൊട്ടന്മാരെ മാറി പറഞ്ഞു കൊടുക്കും. ഇവ ഒന്നും ഊമ്പിച്ചൂലെന്ന് എഴുതിയാണ്ട് മനസ്സിലായോ. എന്നിട്ട് ഇവൻ അവിടെ ഇരുന്ന് മൊത്തം ഇതേമാതിരി കൺവേർട്ട് ചെയ്ത് കണ്ട് ഇതെല്ലാം വേറെ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ പറയണേ അന്ന് ഇവന്റെ പ്രശ്നം എന്തായിരുന്നു അറിയാം. ഇവനോട് ഞാൻ അലക്സ് പോയതിന്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഒരു ലൈവ് ഇട്ടു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഞാൻ അന്നൊരു ലൈവ് ഇട്ട് എനിക്ക് സങ്കടത്തിന്റെ പുറത്തൊരു സാധനം പറഞ്ഞതല്ലാതെ പിന്നെ ഇവനെ ഈ പറയുന്ന അലക്സിനെ അവരാധിക്കണ ഒരു സാധനം എൻ്റെ ലൈവ് ഒന്ന് കൊണ്ടുപോവാ. എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ അവനെ ഇന്റൻഷനലി ഇതേമാതിരി ട്രിഗർ ആക്കി കണ്ടോ തെറ്റ് ചെയ്യിപ്പിക്കണ രീതിയിൽ എന്തെങ്കിലും ഞാനൊരു സാധനം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നീ കൊണ്ടുപോവാ. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ഇവൻ ഈ പറയുന്ന ഷെയ്ഖിന് എന്നെ പേഴ്സണലി വിളിക്കാനുള്ള ഒരു സ്പേസ് ഞാൻ തന്നിട്ടില്ലേ. ഷെയ്ഖിന് എന്നെ വിളിച്ചാൽ പോരെ. എൻ്റെ ഒരു ബർത്ത്ഡേ ആയിട്ട് ഷെയ്ഖ് എന്നെ ഒന്ന് വിഷ് ചെയ്തോ. ഞാനത് അറ്റ്ലീസ്റ്റ് ഞാൻ എന്താ പറയുക ഞാനത് എക്സ്പെക്റ്റ് ചെയ്യണ്ടേ. ഷെയ്ഖിൻ്റെ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു ഈകളെ സോറി, ഞാൻ അന്ന് ബർത്ത്ഡേക്ക് വിഷ് കഴിഞ്ഞത് ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുമായിരുന്നു. ഞാൻ മൊത്തത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ മൈൻഡ് ഒട്ടും ഓക്കെ ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അലക്സിനെ കൊണ്ടേലും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈഗിളിൻ്റെ ആ ഒരു ഗ്യാപ്പ് വെച്ചത്. അല്ലാതെ എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഇവൻ എന്ത് എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് പിന്നെ ഇരുന്ന് വന്നുങ്ങാണ്ട് അന്ന് രാത്രി ഇതെല്ലാം പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത ആളാണ്. രാത്രി വന്നുങ്ങാണ്ട് ഇരുന്നുകാണ്ട് ഊമ്പിത്തരം പറയണത്. ഞാൻ അന്ന് ബ്രാവോക്ക് രാവിലെ വിളിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ച് റിയൽ അമ്പി ഇവനല്ലേ ബ്രാവോ. ഇന്നെ വിളിച്ചുകൊണ്ട് ഉച്ചക്ക് നല്ല രീതിക്ക് സംസാരിച്ചിട്ട് രാത്രി വന്ന് ഇന്നെ ഇരുന്ന് ആരാധിക്കുന്നു. ഇവൻ എന്താ എനിക്ക് മനസ്സിലാവണില്ല എന്നുള്ള രീതി പറഞ്ഞപ്പം ബ്രാവോ എന്നെ പറഞ്ഞു പറ്റുകയാണെന്നുണ്ടെങ്കിൽ സംസാരിച്ച് സോർട്ട് ഔട്ട് ആക്ക്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് വിളിച്ചാൽ ഇവൻ വിളിച്ചാൽ എടുക്കുമോ എന്നുള്ളത്. ഇവനെ ഞാൻ മെസ്സേജ് അയച്ചത് വരെ ഉണ്ട്. ഐ ഡിഡന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ഇവൻ്റെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഉച്ചക്ക് വിളിച്ച് സോർട്ട് ഔട്ട് ചെയ്ത സാധനം ഇവ രാത്രി വന്നാണ്ട് ഇരുന്ന് ഇന്ന ആരാധിക്കണേ എന്തിന്റെ പേരിൽ. ഇവനോട് വിശ്വസിച്ച് ഞാൻ എല്ലാം പറഞ്ഞതിന്റെ പേരിലോ ആൻറ്റി. എന്നിട്ട് പിന്നെ ബ്രാവോന്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ബ്രാവോനോട് ബ്രാവോ ഞാൻ ചിലപ്പോൾ വിളിച്ചാൽ എടുത്തു എന്നൊന്ന് വരില്ല പറഞ്ഞപ്പോൾ ബ്രാവോ പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കാം ഷെയ്ഖിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഷെയ്ഖ് സംസാരിക്കുക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യട്ടെ എന്ന് കരുതി അന്നും ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ പോയി പൊട്ടനെ പോലെ. 25,000 ആൾക്കാരുടെ അടിയിൽ നിന്നാണ് ഇന്ന ഇരുന്നാണ്ട് അവരാഴ്ച പൊട്ടന്മാരെ പോലെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ അന്ന് കോഴിക്കോട് എൻ്റെ ഫാമിലിൻ്റെ കൂടെ നെക്സ്റ്റ് മന്ത് എൻ്റെ മാരേജാ. ഫാമിലിൻ്റെ കൂടെ വൈഫിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ട് ആ വൈഫിന് ഡ്രസ്സ് എടുക്കാൻ പോലും മര്യാദക്ക് ഇരിക്കാതെ ഫുള്ള് അന്ന് ദിവസം ഞാൻ ഈ ഈഗിളിന്റെ ബാക്കിലും ഫ്ലഫിന്റെ ബാക്കിലും T47 പ്ലേയേഴ്സിന്റെ ബാക്കിലും പോയിട്ട് അതിന് പോലും എനിക്ക് മര്യാദക്ക് നിൽക്കാൻ പറ്റില്ല എൻ്റെ ഫാമിലിൻ്റെ ഒപ്പം പോയിട്ട്. എന്നിട്ട് രാത്രി 9:50 വന്നുകാണ്ട് ഇവ ഇരുന്ന് ഒരുമാതിരി ഊമ്പിത്തരം 10-10:30 എൻ്റെ ഫാമിലി ഇരുന്നാണ്ട് ഇത് കാണുന്നുണ്ട്. ഞാൻ വണ്ടിയിൽ ഇത് ഇരുന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ച്. വൈഫ് ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ ഉപ്പ ആയിക്കോട്ടെ എന്തിനാ ഇവനൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാൻ വേണ്ടിയാണ് നീ ഓരോന്ന് പോയാണ്ട് പറഞ്ഞു കൊടുക്കണമെന്ന് അന്നും എന്നോട് ചോദിച്ചു. ഇവനെ നമ്പണ്ടെന്നുള്ളത്. ഞാൻ അപ്പോഴും പൊട്ടനെ പോലെ ഇവനെ വിശ്വസിച്ചാണ്ട് ഓരോന്ന് പറഞ്ഞു പോകും. ഇവ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ, കേൾപ്പിച്ചാലോ ഞാൻ അങ്ങനെ 100% ഞാൻ പറയാണ്. ഇനി അതിന്റെ കൂടെ ഈ ഷെയ്ഖ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കൊട്ടെ ലൈവ് പറഞ്ഞോ ഒന്ന് വാട്സാപ്പ് നോക്കണേ. ഇതിട്ടോ അല്ല ഒരു മിനിറ്റ് വാട്സാപ്പ് നോക്കണേ. എന്തുവാ അല്ലല്ല ഇത് പ്ലേ ചെയ്തോ. അല്ല ഞാൻ ഒന്ന് വേറൊരു കാര്യം പറയാം. ഒന്ന് വാട്സാപ്പ് നോക്കണേ. തൊപ്പിയൊക്കെ തിരിച്ചു വന്ന് അവരാധം തുടങ്ങിയാലോ അല്ലെ ഷെമീർ ഇപ്പൊ തിരിച്ചു വന്ന് ഷെമീറിന് സത്യം പറഞ്ഞാൽ ഷെമീറിന്റെ പേര് കേസില്ല. ഈ ഷെമീർ മണ്ടനായിട്ടാണ് ഈ മണ്ടൻ ഗുണത്തരല്ല ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രഗ് ടെസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഒരാൾക്കും ഇല്ല. കയ്യിൽ നിന്ന് സാധനം പിടിച്ചാൽ മാത്രമേ പോലീസുകാർ പോലും പ്രശ്നമുള്ളൂ. ഡ്രഗ് ടെസ്റ്റ് ചെയ്തിട്ട് അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിച്ചു കൊടുത്ത മണ്ടനവൻ. ഇവന് ബുദ്ധിക്കുറവ് വല്ലതും ഉണ്ടോന്ന് ഞാൻ ആലോചിക്കണം. ഇവന്റെ പേര് FIR പോലും ഇല്ല. ഇവൻ ആരെ കാണിക്കാനാണ് ഈ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യണേ? അതും ഡ്രഗ് ടെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തതിന് ഇനി മിക്കവാറും അവന്മാര് കേസ് കൊടുക്കും ഇവര് മറ്റേ ലാബുകാര്. ഇതൊന്നല്ല മുത്തേ കൺവിൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവന്റെ ഒപ്പം ഓഫ്ലൈനിൽ ദയവ് ചെയ്ത് ആരും പോയിട്ട് സംസാരിക്കല്ലേ. ഓഫ്ലൈനിൽ ഇവന്റെ ഒപ്പം പോയി സംസാരിച്ചാൽ ഇവൻ കയ്യിലെടുത്താളും. ഇവൻ കൺവിൻസ് ചെയ്ത് ഇവൻ കയ്യിലെടുത്താളും. എന്നിട്ട് നമ്മളെ കയ്യിലുള്ളതൊക്കെ ഇതേമാതിരി പറയിപ്പിക്കും. മണ്ടനേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന് ബേസിക് ബുദ്ധി വേണ്ടേ? ഇനി അവൻ തിരിച്ചു വന്നാൽ അവൻ അടുത്ത ഗ്യാങ്ങുമായിട്ട് വരും. മനസ്സിലായി? ഇതെല്ലാം ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് വരും. നിങ്ങളുടെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റപ്പ് ആവും. എന്നുവെച്ചാൽ ഇവരെല്ലാം ഈ കേസിന്റെ പുറകെ ഇതിന്റെ പുറകെയൊക്കെ ആയതുകൊണ്ടാണ്. ഇതെല്ലാം ഇപ്പൊ ഒന്ന് അണഞ്ഞു വരുമ്പോഴത്തേനും ഞാൻ ഇപ്പൊ തൊപ്പി ആരാധിക്കുന്നതിന് മാസ് റിപ്ലൈ ആയിട്ട് വരും. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം.
അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ തൊപ്പിയുടെ ഈ ഒരു കേസ് വന്നപ്പോ ഇവൻ കേട്ടോ തൊപ്പിനെ പറ്റി പറയണ കേട്ടോ. ഞാൻ എന്തല്ലോ തൊപ്പിനെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്നലെ എന്തോ പറഞ്ഞിനോ. ഞാൻ തൊപ്പിനെ പറ്റി എന്തേലും പറഞ്ഞിങ്ങനെ തന്നെ എനിക്കൊരു അണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതേമാതിരി വന്നുകാണ്ട് ഈ അമ്പി എന്ന് പറയുന്ന സാധനം നീയാണ് കൊട്ടെ ലൈവിൽ വന്നിരുന്നുകാണ്ട് ഈ അമ്പിത്തരം പറയുന്നത് മനസ്സിലായോ? ഓഫ്ലൈനിൽ വേറെയും ഓൺലൈനിൽ വേറെ ഉള്ളത് നീയാ. ഊമ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നാണ്ട് ആവശ്യമില്ലാതെ ഒരാൾക്കും ഹെയ്റ്റോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയലില്ല. ഓഫ്ലൈനിൽ ഇരുന്നാണ്ട് നമ്മൾ പലതും പറയും. അഥവാ ഓഫ്ലൈനിൽ ഇപ്പം ഞാൻ എനിക്ക് ഒരാളെ പറ്റാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ്ലൈനിലേ പറയുള്ളൂ അങ്ങനെ തമ്മിൽ. അല്ലാതെ ഇവിടെ വന്നാണ്ട് ലൈവിൽ ഇരുന്നാണ്ട് ഉൾട്ടാക്കിങ്ങാണ്ട് പറയുന്ന പരിപാടി എനിക്കില്ല. എന്റെ അടുത്ത് കുറച്ച് അഥവാ ഇവൻ പറയുന്നത് എന്താന്ന് കേട്ടോ. അഥവാ ഇവന്റെ അടുത്ത് എന്തോ തൊപ്പിന്റെ എന്തോ ഒരു സാധനം കിട്ടിയിക്കണേ. അല്ലാതെ കേട്ടോ സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുക. ഞാൻ ഇനി ഇവന്റെ മാസടിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. ഇത് കഴിയുമ്പോ അടുത്തത് എന്ത് കൊണ്ടുവരണമെന്ന് എനിക്കൊന്ന് അറിയണം. ഇവന് ഒരു നാണോ ഇല്ലാതെ ഇതൊന്ന് കവറപ്പ് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. തൊപ്പി ഇത് കവറപ്പ് ചെയ്യും ഈസി ആയിട്ട്. പക്ഷെ അത് കഴിയുമ്പോ അവനൊരു അപരാധം തുടങ്ങും. അന്നേരം ഷെയ്ക്കിനും എനിക്കും ഒക്കെ ഓരോന്നോരോന്നമാര് വെക്കും. പക്ഷെ ഞാൻ ഇത് വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഷെയ്ക്കിനെ കൂട്ടി പിടിച്ചുട്ടേക്ക്. ഷെയ്ക്കിന് ഇതേമാതിരി ആരെയൊക്കെ വെക്കുമെന്ന് പറഞ്ഞാണ്ട് എന്നെ കൂട്ടി പിടിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ ഇവന്റെ സൈഡാണ് എന്നുള്ളത് ഇന്ന ഇന്റൻഷനിൽ ഇവൻ വരുത്തി വെക്കുകയാണ് മനസ്സിലായോ? എന്നിട്ട് നമ്മളെ തള്ളിൽ നിന്ന് എന്തേലും എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് അതുകൊണ്ടാണ് അവന് എടുത്ത് വെക്കണം. അവന് പക്ഷെ അവന് ഒരു ധാരണ ഉണ്ടാവൂല എന്റെ ഇത് ഉണ്ടാവുമെന്ന്. കണ്ടോ? അഥവാ തൊപ്പിക്ക് ഒരു ധാരണ ഉണ്ടാവില്ല ഇവന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. അത് അവൻ വെക്കണം. അത് വെക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചൊറിയുന്നതാ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. റീസെന്റ് ആയിട്ട് എന്താ തൊപ്പിനെ ഇരുന്ന് ആരാധിക്കണം. തൊപ്പിന്റെ മറ്റേ നൂഡിൽസ് മറ്റേത് അണ്ടി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവ ഇതിന് മുമ്പ് തൊപ്പിനെ നൂഡിൽസ് ആക്കിയാണ്ട് ഇട്ടു എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ദിവസം വന്നാണ്ട് ഫേസ് ക്യാമൊക്കെ ഓഫ് ആക്കിയാണ്ട് സോറി അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ ആ ട്രിഗറിന്റെ പുറത്ത് ചാറ്റ് കണ്ടുകാണ്ട് പറഞ്ഞു പോയതാണ് പറഞ്ഞാണ്ട് ഒരു ദിവസം സോറി പബ്ലിക്കലി വന്നാണ്ട് പറഞ്ഞാണ്ട് പോയല്ലോ. അത് കഴിഞ്ഞ് ഇവന് ജയിക്കാൻ വേണ്ടിയാണ്ട് അന്ന് ഇവ അമ്പിയാക്കി മനസ്സിലായോ? ഇവൻ ഷമീർ ഇതേമാതിരി വി സി വന്നുകാണ്ട് ഇരുന്നുകാണ്ട് ഈ പറഞ്ഞ സമയത്ത് അത് ഞങ്ങളെ പ്രൈവറ്റ് സ്പേസിൽ ഞാൻ SRRയും ഇവരൊക്കെ ഡിസ്മാലായി പോയത് ടി വി ഒക്കെ അതിൽ പങ്കുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞതിനാണ് ഇവ ഇന്നൊരു അമ്പിയാക്കിയതും ഇവന് ജയിക്കാൻ വേണ്ടിയാണ്ട്. മറ്റേതൊക്കെ ഇയാൾ പറഞ്ഞ മാതിരി വാനിഷ് മോഡ്ക്ക് പോയി. തൊപ്പിനെ പറഞ്ഞൊന്നും അപ്പൊ ഇല്ല. ഇന്നിങ്ങ് ഇരുന്ന് അവരാധിച്ചു വന്നവൻ മനസ്സിലായോ? ഇതൊക്കെയാണ് ഇവന്റെ കൺവേർട്ട് ചെയ്തു. അന്ന് എല്ലാവരും അത് മറന്നു. ഈ പറയപ്പെട്ട ഞാൻ പറയട്ടെ ഇവൻ ഇതേ സ്ട്രാറ്റജിയാണ് ഇന്റെ അടുത്ത് ഇപ്പൊ നമ്മളടുത്ത് അടിക്കുന്നത്. അഥവാ ഇവൻ നമ്മളെ ചൊറിഞ്ഞ് നമ്മളെ ഡൗൺ ആക്കി ഒരു ലൂപ്പിലേക്ക് കൊണ്ടുപോയി ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതിലിരുന്ന് ഇങ്ങനെ അവരാധിച്ച് അതിലൊരു ആനന്ദം കാണുന്ന ഒരുത്തനാണ് മനസ്സിലായോ? അഥവാ എവിടെ ഇതാ ടീജനെ പറയുന്ന ഒരു സാധനം ഉണ്ട്. ടീജനെ പറയണെങ്കിൽ ആൾ കേൾപ്പിച്ചരാ. വെയിറ്റ് ആക്കും 1 by 1 കേൾപ്പിച്ചരാ. ഞാനിത് വേണ്ടാന്ന് കരുതി ഞാൻ എൻ്റെ ഒരു കാര്യം നോക്കി പോകുമ്പം ഇതിൽ ഒരു കാര്യത്തിൽ ഞാൻ ഈ ടിവിനെ ഈ കൊട്ടനെ ഞാൻ വലിച്ചിടാൻ വന്നിട്ടില്ല. ഇന്നെ വെറുതെ ആവശ്യമില്ലാതെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇവ ആരടാ മൈര ഇത് നിർത്തിയാലും നിർത്തി അങ്ങ് പോവുള്ളൂ മനസ്സിലായോ? അല്ലാതെ ഒരണ്ടിയില്ല. പ്രത്യേകിച്ച് ഇവന്മാരായോണ്ടാ ഞാൻ ഇത് ഇത്രയും പറഞ്ഞു. കേട്ടോ വേറെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഇവന്മാരെക്കാളും പ്രശ്നമുള്ളവന്മാരുണ്ട്. TG ഒക്കെ ഞാൻ അവരാധിച്ചതുപോലെ ലോകത്താരെ ഞാൻ അവരാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മര്യാദക്ക് പോകുന്നതിന്റെ കാര്യം ആർക്കും അങ്ങോട്ട് ഞങ്ങൾക്ക് അമ്മമാരെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇപ്പോഴും വന്ന് തല്ല് മേടിച്ചിട്ട് പോയി. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് ഞങ്ങൾക്ക് അമ്മമാരെ തല്ലിയാലും ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് സങ്കടം വന്നിട്ടാണ് ഞാനിപ്പോ ഒന്നും പറയാത്തത്. കാരണം എന്താ വെച്ചാൽ അവന്മാർക്ക് ഇപ്പൊ അത് കണ്ടന്റ് അല്ല മനസ്സിലായോ? ലിറ്ററലി കണ്ടന്റ് അല്ല ആ പരിപാടി. അവന്മാർ നിർത്തി. ഇപ്പൊ നമ്മളെ ചൊറിയണ എന്താ വെച്ചാൽ നമ്മളെ തല്ലണത് അവന്മാർക്ക് കുറച്ച് കണ്ടന്റ് ആണ്. കണ്ടന്റ് ബേസിൽ കുറെ കാര്യമുണ്ട് മുത്തേ. ഈ പറഞ്ഞ പോലെ നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടാതെ ഈ പറയുന്ന ഓരോരുത്തരുടെ പേര് വെച്ച് ഞാൻ പറഞ്ഞാണ്ടല്ലോ ബാഡാവും. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കല്ലേ. ഇവിടെ ഇരുന്ന് 1-ാം മിനിറ്റ് തൊട്ടിട്ട് ഇവൻ പറയുന്നുണ്ടല്ലോ KVന്ന് ഞാൻ ഇറക്കി ഇവന്മാരെ ഊമ്പിച്ചു. എന്നിട്ട് ഞാൻ അവന്മാർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല. ബ്രാവോന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബ്രാവോ എനിക്ക് ആകെ ഒരു സങ്കടമേ ഉള്ളൂ. ഇവന്മാരെ അവിടെ ഉള്ള ലൈഫും സ്പോയിൽ ചെയ്തു. എനിക്കാണെങ്കിൽ ഇവന്മാരെ ഇപ്പൊ എടുക്കാൻ ഇങ്ങോട്ട് താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സാധനം പറയുന്നുണ്ട്. കൺവിൻസിങ് കൊട്ട ഒരു സാധനം പറയുന്നുണ്ട് ഇവിടെ. എവിടെ അറിയോ? 31-ാമത്തെ മിനിറ്റിൽ ഇവന്മാരെ ഫ്യൂച്ചർ അങ്ങ് പോട്ടെ ചെയ്ക്കേ. അത് നന്നായി മനസ്സിലായോ? എനിക്ക് പറഞ്ഞിരുന്നതാ അങ്ങനെ അത്രയും. പിന്നെ വേറെ ഏതോരുത്തനും കൂടി ആരാ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല. 4-5 പേര് KV എന്നുള്ള പ്ലേയേഴ്സ് ആ 4-5 പേരെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഇറങ്ങിയപ്പോ പിന്നെ ഒക്കെപ്പാട് ഇറങ്ങി
വന്ന് നമ്മളെ ഈ പറയുന്ന KVL 9 സ്ലോട്ട് ഉണ്ടായിരുന്നു. ആ 9 പേരും അല്ല TVയിലുള്ള അസെൻസിയോ അടക്കം 10 പേര് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പേര് വന്നപ്പം ആ KVന്ന് ഇറങ്ങിയ 9 പേരിലുള്ള ആൾക്കാരൊന്നും അല്ല ഇതിലുള്ളത്. ഫെക്സർ ഇല്ല, വേറെ ആരൊക്കെയോ ഇല്ല അതില്. ഒസാക്ക ഇന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈത്താറ്റി കടലിന്റെ നടുവിൽ നിൽക്കണ മാതിരി. എനിക്കിപ്പം ഉമ്മാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കാന്ന് പറഞ്ഞ് ഉമ്മാരെ അവിടുന്ന് ഇറങ്ങിയും ചെയ്ത് ഉമ്മാരെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ നിർത്തിയാൽ മതിയായിരുന്നു. ഇതിപ്പം ഞാൻ ആ ഓപ്പർച്യൂണിറ്റി കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിക്ക് അതിന് 1ാമത്തെ മിനിറ്റ് മുതലേ കൺവേർട്ടിങ്ങാ, മനസ്സിലായോ? അല്ല കൺവിൻസിങ് ഇവ എന്നോട് എന്താ അറിയോ, എടുക്കണ്ടെന്നാണ് പറയില്ല, പക്ഷെ എടുക്കണ്ടെന്നുള്ളത് തല കുത്തനെ ഇങ്ങനെ മൂക്കുടിച്ചൂല, ഇങ്ങനെ മൂക്കുടിച്ചു, മനസ്സിലായോ? എടുത്താ പണി ആവുവേ, എടുത്താ നീ ഊമ്പിയേ, എടുത്താ ഷെയ്ക്ക് ഊമ്പി, ഗ്യാങ് ഊമ്പി, അതൊക്കെ ഉണ്ടടാ ഇതിലെല്ലാ സാധനം ഉണ്ട്, എല്ലാ ഇതിലെന്നെ ഉണ്ട്. ഈ ഒരു ക്ലിപ്പില് എല്ലാം ഉണ്ട്. ഇത് ഞാൻ പറയുമ്പോ ഇത് ഇങ്ങനെയല്ല, ഇത് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇതില് കുറെ ആൾക്കാരെ കുണ്ണത്തര ഇതിൽ പുറത്തു വരും. അത് എനിക്ക് വേണ്ട, അത് കരുതിയിട്ടാ ഈ പറയുന്ന 2 മണിക്കൂർ 3 മിനിറ്റ് ഇത് ഓണാക്കി വെച്ച് ഞാൻ പോയി ചോറൊക്കെ വെച്ച് വരണം. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്, മനസ്സിലായ? ഇവനെ പോലൊരു അമ്പി, ഇവനാണ് അമ്പി, മനസ്സിലായ? ദ റിയൽ അമ്പി ഇവനാണ്. ഹലോ, അറിയാവുന്നവനാ. പക്ഷെ അവന് ATXനെ കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും അവൻ ഇത് ചെയ്യുന്നത്. ഫ്ലഫി ആണെങ്കിലും നിഗോഡാണെങ്കിലും നിങ്ങളുടെ ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ഓക്കെ, പക്ഷെ അവനതൊക്കെ നല്ലപോലെ അറിയാവുന്നവൻ ഈ ഗ്യാങ് ബിൽഡ് ചെയ്യുന്ന കാര്യം ഇവന്മാരുടെ തനിക്കണമല്ല. ഈ കാണിക്കണത് എക്സ്ട്രീം മണ്ടത്തരമാണ്. ഇനി അല്ല ഞാൻ പറയട്ടെ, ഓപ്പണേറ്റ് അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഒരു മാക്സിമം ഒരു 5-6 സ്ലോട്ട് ഇതല്ല ഷെയ്ഖ് അന്ന് വീട്ടിൽ വന്നിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ ഷെയ്ഖ് എന്തോ പറഞ്ഞു, ഞാൻ കൂടിപ്പോയ ഒരു 2-3 പേരെ എടുക്കുന്നുള്ളൂ എന്നാണ് ഷെയ്ഖ് എന്നോട് പറഞ്ഞത്. ഞാൻ അന്നേരം ഷെയ്ഖിനോട് പറഞ്ഞു, ഷെയ്ഖ് അത് ചെയ്തിട്ട് പയ്യെ ബിൽഡ് ചെയ്യ ഷെയ്ഖ്, ഏറ്റവും നല്ലതാണെന്ന്. നിങ്ങളിപ്പോ ഇവന്മാരെ അഥവാ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിൽ ഇത് ഇങ്ങനെ തന്നെ, ഉമ്മാരെടുത്താ ഊമ്പും, ഉമ്മാരങ്ങനെ ആക്കീണ്, ഉമ്മാരിങ്ങനെ ആക്കീണ് എന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ ഇരുന്നുങ്ങാണ്ട് എന്താ പണി വെച്ചാല് T47 ഇനിയും തമ്മിൽ തല്ലിച്ച. അഥവാ ഇൻ കേസ് ഞാൻ ഗ്യാങ് ആയി സിറ്റി വന്നു കഴിഞ്ഞാൽ T47 പ്ലേയേഴ്സ് ഇന്ത്യയിൽ കളിക്കരുത്. അവന്മാരെ ഇതാക്കണം. എന്ത് ഷെയ്ഖ് എന്നെ നിങ്ങളൊക്കെ പറ്റി ഇങ്ങനെ എല്ലാം പറഞ്ഞാണ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതിനെ തന്നെ അത് കൊട്ട പറയിപ്പിച്ചതാ, മനസ്സിലായോ? ഇരുന്ന് എന്തെല്ലോ പ്രൂഫ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, അപ്പുറത്ത് പോയി ഇത് പറഞ്ഞു, ഇപ്പുറത്ത് വന്ന് അത് പറഞ്ഞു. ഞാൻ പറയടപ്പ നിർത്തടാ, അത്ര കാലയില്ലേ മയിലേ, വേറെ വല്ല പണി നോക്ക്. ഇരുന്ന് ഇങ്ങനെ തമ്മ് തല്ലിച്ചിനെ പണി എടുത്തിട്ട് ഞാൻ പറയല കഴിച്ചു, എനിക്ക് മടുത്ത്. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ എത്ര മിനിറ്റ് ആയി ലൈവ്? ഞാൻ പറയാം, ഇപ്പൊ എത്ര മിനിറ്റ് ആയി ഞാൻ ലൈവ് തുടങ്ങിയിട്ട്? 1/2 മണിക്കൂറായപ്പോത്തിന് എനിക്ക് ചടക്കൽ തുടങ്ങി ഈ പരിപാടി. ഇവനൊക്കെ എങ്ങനെ ഇത് 1 മണിക്കൂർ ഇരുന്നിങ്ങാണ്ട് ഇങ്ങനെ അവരാധിച്ചാണ്ട്, ഞാൻ പറയുമ്പോ ഇത് 2 മിനിറ്റ് ഓണാക്കിങ്ങാണ്ട് പോയി തരാ. നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ ഇവന്റെ ഒക്കെ സ്വഭാവം എന്താന്നുള്ളത്. മാരിനെ പറ്റി ഇന്നോട് തന്നെ മാരിനെ പറ്റി ഇരുന്ന് കുറ്റം പറഞ്ഞ് മാരിന്റെ ഇത്രയും കിട്ടിയത് ഷെയ്ഖ് പഠിച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ വന്നാണ്ട് മാരിനെ കുറ്റം പറഞ്ഞപ്പം അപ്പൊ മാരിന്റെ സൈഡ്, മാരിനെയൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഷെയ്ഖ് ഇന്നലെ വന്നുകാണ്ട് ഇരുന്ന് മാരിനെ ആരാധിക്കുന്നു. മാരിനെ ഇരുന്ന് കുണ്ണത്തരം പറയണതിന്റെ ക്ലിപ്പാണത്. കൊട്ട എന്നെ കൊണ്ട് ഇതൊന്നും പ്ലേ ചെയ്യിപ്പിക്കല്ലേ, വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ മയിരി. എനിക്ക് മൊത്തത്തില് ഞാൻ പറയാലോ പൊട്ടന്മാരെ മാരി ആവല്ലേ, എനിക്ക് അത്രേ പറയണുള്ളൂ. ഞാൻ ഇതിലൊന്നും ഇടപെടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, എന്താ ഞാൻ TV-യൊക്കെ എതിരെ ഞാൻ ചെയ്തത്? അല്ലെങ്കിൽ ഈ പറയണ ഈ ഈഗിളിനെതിരെ ഞാൻ ഇത്ര റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ച ഇവനെ ഞാൻ ഒരു മണ്ടനെ പോലെ ഇവനെ വിശ്വസിച്ച് ഇവൻ പറയുന്നുണ്ടല്ലോ ഇവനോടൊന്ന് ഇവ അന്ന് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവ എന്തൊരു പൊട്ടന്മാരെ പോലെയാണ് ഈ ഓഡിയൻസിനെ കൺവേർട്ട് ആക്കണത്. വന്നാണ്ട് ആദ്യം പറയണേ, നിങ്ങൾ പറയുന്നത് ശരിയാ ചാറ്റ്, ഞാൻ നിങ്ങളങ്ങ് പറയുമ്പോൾ വിശ്വസിച്ച് പോവും. ഇവന്മാരെന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് നല്ല രീതിക്ക് സംസാരിച്ച ഇവന്മാരെല്ലാം ഞാൻ വിശ്വസിച്ചു പോകും. നിങ്ങൾ പറയണത് ഞാൻ എത്ര ആയിട്ടും പഠിക്കണില്ല മൈരേ, ഞാൻ വല്ലതും പറയും പൊയ്ക്കൊന്ന് എൻ്റെ മുമ്പ്. ഇതാ കൺവിൻസിങ് ഡോൺ ടേക്ക് പ്ലേയേഴ്സ് ജാങ്കോനെ പറ്റി പറയുന്നത് ഷമീർ തൊപ്പിന്റെ കേട്ടില്ലേ? ഇല്ല ഇത് ഇനി ബാക്കിയുള്ളൊന്നും എനിക്ക് ഞാൻ പറയണില്ല. അവിടെ വാച്ച് പാർട്ടി ആണെങ്കിൽ പൊന്നു മോനെ സിറ്റി കയറി വല്ല വെടിയും വെക്കാൻ കജ്ജോ നോക്കുക, അല്ലാതെ ഇരുന്ന് ഇന്റെ ലൈവ് വാച്ച് പാർട്ടി ചെയ്യണതിന് ലേശം എളുപ്പം. കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ വാച്ചിങ് ഉള്ള നമ്പർ 1 സ്ട്രീമറാണ്. നമ്മളെപ്പോലത്തെ പാവങ്ങളെ സ്ട്രീമിംഗ് ഒക്കെ വാച്ച് പാർട്ടി ചെയ്ത് ഊമ്പല്ലേ ദയവ് ചെയ്തിരുന്നിട്ട്, മണ്ടനെ പോലെ ഇരുന്ന് ഊമ്പല്ലേ, അത്രേ പറയാനുള്ളൂ. അങ്ങനെ ആയിപ്പോയി ഷെയ്ഖേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പറയല്ലേ അങ്ങനെയൊന്നും.
അല്ല ഇവന്റെ ഒരു വിചാരം ഉണ്ടടാ, ഇവൻ തന്നെ എല്ലാം പറയാൻ പറ്റുള്ളൂ. ഞാനെന്താ ഞാൻ ഇവനെ പോലെ ഇരുന്ന് വലിയ വായ്ത്താളം അടിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളത് പറയാനൊന്നും എനിക്ക് അല്ല ഒന്നും താല്പര്യമല്ല. വേണ്ടെന്ന് പറഞ്ഞു ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും വാച്ച് പാർട്ടി ഓഫ് ആക്കിയോ? വാച്ച് പാർട്ടി ഓഫ് ആക്കിയിട്ട് കൺവേർട്ടിങ് കയറാം. പറ്റുന്ന പോലെ പോയാണ്ട് ഇരുന്നാണ്ട് കൺവേർട്ടിങ് എന്താ കാണണ്ടോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരുത്തന്റെ ഓസി ആയിട്ട് നീ വന്ന ഞാൻ അപ്പൊ പറഞ്ഞുതരാം. നിന്നെ പേടിപ്പിക്കുന്നോ പറിപ്പിക്കുന്നോന്നല്ല, മനസ്സിലായോ പുണ്ടച്ചി? നിനക്കൊരു തോന്നലുണ്ട് നിനക്ക് മാത്രം തെറി പറയാനും നിനക്ക് മാത്രം എല്ലാരും ഇരുന്ന് ആരാധിക്കാനും എന്തോ ഒരു ലൈസൻസ് അല്ലാണ്ട്. ഞാൻ നിന്റെ കണക്കിന് ഞാനും നീ ഒരേമാതിരി ആവരുത് എന്ന് എഴുതിയിട്ടാ ഞാൻ കുറെയൊക്കെ കൺട്രോൾ ചെയ്ത് നിന്റെ കാര്യങ്ങൾ നോക്കി പോണേ. ഇരുന്ന് ഊമ്പല്ല അധികം, മനസ്സിലായ? ഫുൾ വീഡിയോ വെച്ചുകൊണ്ട് ഞാനോട് പോവും. ഫുൾ വീഡിയോ അത്ര ഇരുന്ന് കൂട്ടത്തിൽ നിന്നാണ്ട് മാൻഡ്രേക്ക് നിങ്ങൾക്കാണ് ഷെയ്ക്ക്, മാൻഡ്രേക്കിനെ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച മാൻഡ്രേക്ക് നിങ്ങളെ കൂടെയാണ് എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞ് അവന്മാരെ കുറച്ചെങ്കിൽ ബുദ്ധിയുള്ളേ ആൾക്കാർ ഓന്റെ ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മനസ്സിലായിക്കോ, ഇവൻ ഈ ഇരുന്ന് ആരാധിക്കണതൊക്കെ ഞാൻ ഒന്നും ഇവനെ ചെയ്തിട്ടില്ല. നമ്മളെ ഓഡിയൻസ് ആണ് എന്ന് പറയപ്പെടുന്ന ചാറ്റ് അവിടെ പോയി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ് എന്തെങ്കിലുമൊക്കെ നീ എന്തോ ചെയ്യും മൈരേ, നീ എന്തോ ചെയ്യും എന്നെല്ലാം ചോദിച്ചാണ്ട് അവന്മാർക്കുള്ള മറുപടി ഞാനായിങ്ങാണ്ട് പോണത്, മനസ്സിലായോ? അങ്ങനെ ചെയ്യാനാണെങ്കിൽ സിനോക്സ് മൈരൻ എന്ന് പറഞ്ഞാണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. മിഞ്ഞാന്ന് ഇവിടെ ഞാൻ മറ്റേ ഫോർസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചാറ്റിൽ വന്നിരുന്നു. ആ ചാറ്റിൽ വന്ന സമയത്തും ഞാൻ ഓനോട് മര്യാദക്ക് സംസാരിച്ചിട്ടാണ് ഓൻ്റെ അടുത്ത് അവനെ പറ്റി മാത്രം കുറ്റം പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. അല്ലാതെ അപ്പോഴും അവൻ കോണ്ടന്റ് ചെയ്യുന്നത് ടിവിന്റെ ആണെന്നും ഈ കൊട്ടന്റെ ആണെന്നുള്ളതും എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ ഈ കൊട്ടനെയും ചട്ടിനെയൊന്നും അതിൽ ഞാൻ വലിച്ചിട്ടിട്ടില്ല. ഞാൻ ആ സിനോക്സിനുള്ള കൊടുത്തുങ്ങാണ്ട് വിട്ടിട്ടുള്ളൂ. അപ്പൊ നിനക്ക് അതേപോലെ നമ്മളെ ചാറ്റിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അവന്മാരെ പിടിച്ച് അവന്മാർക്കുള്ള മറുപടിയോട്, അല്ലാതെ എനിക്കിട്ടല്ല, മനസ്സിലായ? എന്തിനും നീ ഏതിനും നമ്മളെ തലയിൽ RC സാറിന്റെ തലയിൽ RX സെന്ററോ എന്തിനാ തീട്ടപ്പെട്ടോ അതോലൊക്കെ എന്തിനാ ഈ RX സെന്ററിന്റെ പറയണേ? തീട്ടമായോ അതോലൊക്കെ ഇവൻ ആരടാ? RX സെന്ററോ അത്ര അച്ചിപ്പട്ടി അല്ല. ഞാൻ കൊറേ കാലമായി മനസ്സിനൊരു ക്ഷമ പൊട്ടണ ഒരു നെല്ലി മറ്റേതൊരു ഇതുണ്ട്, അതുവരെയൊക്കെ ശ്രമിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഇരുന്ന് തന്തക്കൊക്കെ വിളിക്കുന്നു ഇന്നലെ നോക്കുമ്പോ ക്ലിപ്പൊക്കെ നോക്കുമ്പോ. ആരടാ ഇവ രാവിലെ വന്നാണ്ട് ഒരു വീഡിയോ ഇടും, ഗൈസ് ഞാനിത് 2 ദിവസം മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു. നിങ്ങൾ അർജന്റീനന്റെ ലെജൻസിനെയും മറ്റേ പോർച്ചുഗലിന്റെ ലെജൻസിനെയൊന്നും പറ്റിയിട്ട് നിങ്ങളൊന്നും പറയരുത്, അവരെ സ്കില്ലിനെ പറ്റി നിങ്ങൾ നോക്ക്, അല്ല നിങ്ങൾ അവരെ പറ്റി ഒന്നും പറയും. എന്നിട്ട് രാത്രി വന്ന് ക്യാമറ ഓഫാക്കി വേറുള്ള ആൾക്കാരെ ലൈവിൽ പോയാണ്ട് കമ്മ്യൂണിറ്റി മറ്റേ അണ്ടിയാണ് പറയാണെന്ന് പറഞ്ഞാണ്ട് നടക്കണ കുണ്ണൊക്കെ വന്നിരുന്നാണ്ട് ആരാധിക്കണ് പച്ചക്കും തന്തക്കും തള്ളക്കും ഇരുന്നിട്ട്. ഇവനാണ് മറ്റേ CR7 മെസ്സിന്റെ ഈ സാധനം പറഞ്ഞതിനൊക്കെ ഇരുന്നാണ്ട് ഇതാക്കണേ. കൊട്ട നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ, എനിക്കത് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നല്ല. ഫാൻ ഫൈറ്റ് ഓക്കെ, പക്ഷെ ഗ്രഡ്ജ് ആവല്ലേ, മനസ്സിലായോ? നിനക്ക് ഞാൻ പറഞ്ഞ എന്താ വെച്ചാ മോണോപോളി എക്സ്ട്രീം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുണ്ണ, അത്ര എനിക്ക് നിന്നെ പറ്റി പറയാനുള്ളൂ. ഒറ്റ സിംഗിൾ വേർഡില് മോണോപോളി വേണമെന്ന് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുണ്ണ, അത്രേ നീ ഉള്ളൂ. ഇനി നിന്റെ അവിടുന്ന് ആരെങ്കിലും ഇതിനെ പറ്റി തൊള്ള തുറന്ന് ഓരോരുത്തരുടെ സാധനം എൻ്റെ ഉണ്ട്, ഞാനും ഇതേമാതിരി വെച്ചിരുന്ന് ആരാധിക്കും. എനിക്ക് അതിന് ഉള്ളൊരു സാധനം തരുന്നത് ഈ പറയപ്പെട്ട ഗ്രൂപ്പിലുള്ള സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ കാണിച്ചു തരാം. ഒറ്റ ഒന്നിനോടും ഇന്റെ പ്ലേയേഴ്സിനോട് RC സാറിന്റെ സൈഡിൽ നിന്ന് ഒറ്റ ഒന്നിനോടും ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്കും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവരുത്. ഒരാൾ പോലും മോശം കണ്ടോ അല്ലെങ്കിൽ ഇരുന്ന് കണ്ട് അവന്മാർ അവിടെ ഇരുന്ന് ചൊറിയണേന് നമ്മൾ മറുപടി കൊടുക്കണ്ടെന്നാണ് ഞാൻ അന്നേ ഇന്നും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നീ അതല്ല, പറ്റുമെങ്കിൽ നീ നിന്റെ പിള്ളേരെ കൺട്രോൾ ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അതില്? വിസിയില് കുറച്ചെങ്കിലും നാണമുണ്ടോ? ഒന്നുമില്ല, കറക്റ്റ് യോജിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ കുറെയൊക്കെ മുണ്ടാകുന്നതാണ്, പക്ഷെ ഒരു മനുഷ്യനുണ്ടല്ലോ ഒരു പോയിന്റ് വരെയൊക്കെ മുണ്ടാതെക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഊമ്പല്ല അധികം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല, പിന്നെ ഇന്നെ വരുത്തിയിരുന്നു കണ്ട് അതൊക്കെ. ഞാൻ പറയട്ടെ, T47 പ്ലേയേഴ്സ് ഒന്നും എവിടെയും പോയിട്ടില്ലടാ. ഇവന്മാരായിട്ടൊക്കെ എനിക്ക് കോണ്ടാക്ട് ഉണ്ട്, ഈ പറയപ്പെട്ട എല്ലാവരായിട്ടും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. ഇവന്റെ റിയൽ ഫേസ് എന്താന്നുള്ളതൊക്കെ ഈ പറയപ്പെട്ട കുറെ സാധനങ്ങൾ ഇവന്മാർ കൺവേർട്ട് ആക്കി തന്നത് ഇവന്മാർ എടുക്കൂല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം ഇവന്മാർ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചാണ്ട് ഇന്നെ ബോധ്യപ്പെടുത്തിയ കുറെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയതുണ്ട്. അവന്മാരൊക്കെ പാവങ്ങളാണ്. ഇവന്റെ ട്രാപ്പിൽ പെട്ട് ഞാൻ ഒരു കാര്യം ഓപ്പൺ ചലഞ്ച് പോലെ പറയാം, ആരെങ്കിലും ഇവന്റെ ഫാൻ ബേസ് ആണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ
ഈ പറയപ്പെട്ട ആർപിക്ക് അകത്ത് കയറി സിറ്റിയിൽ വന്ന് കുറച്ച് വാച്ചിങ്ങിൽ ഒരു 100-500 വാച്ചിങ്ങിൽ ഇവന്റെ ഓപ്പോണന്റ് ആയിങ്ങാണ്ട് ഒന്ന് നിന്ന് നോക്ക്, ഇവന്റെ റിയൽ ഫേസ് എന്താന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ഞാൻ പറയണുള്ളൂ. അതേപോലത്തെ ഒരു ഫാൻ ബേസിൽ കുറെ കാലം റെസ്പെക്ട് ചെയ്ത് അത്രയും മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്ഥാനം കൊടുത്തിന ഒരാളാണ് ഞാൻ. ഇവന്റെ ഓപ്പോസിറ്റ് അങ്ങ് നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഇവ എന്ത് കുണ്ണയാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. കമ്മ്യൂണിറ്റിയിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോടാ, ഞാൻ കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവനല്ലേ. കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവനല്ലാത്ത കൊല്ലങ്ങളായിട്ട് 6 വർഷത്തെ പാരമ്പര്യം ഉണ്ടല്ലോ ഇവിടെ കാണുന്ന ആൾക്കാർക്ക്. 6 വർഷമായിട്ട് ആർപി കാണുന്ന പാരമ്പര്യമുള്ള ആൾക്കാർക്ക് അന്നും ഇവൻ കുണ്ണയാണെന്നാ പറയണേ, ഇന്നും ഇവൻ കുണ്ണയാണെന്നാ പറയണേ. അത് മാത്രം ആലോചിച്ചാൽ അന്ന് വേറെ ഗാങ്ങളാ പറയണേ, ഇന്ന് വേറെ ഗാങ്ങളാ പറയണേ. അതാണ് മാറ്റം. ഷെയ്ക്ക് പുതിയതാണ് ഇതിലോട്ട്. ഓക്കെ, ഷെയ്ക്ക് പക്ഷെ കൊട്ടേരെന്ന് ഒരു കാര്യം മാത്രം ഷെയ്ക്ക് പഠിച്ചിട്ടുള്ളൂ, റെക്കോർഡ് എടുത്ത് വെക്കാൻ വേണ്ടിട്ട്. അതെ, ഈ റെക്കോർഡ് പഠിപ്പിച്ചത് ഇവനാണ്. അയ്യോ അള്ളാ, ഞാൻ ഒന്നും പറയുന്നില്ല, എന്നെ പറയിപ്പിക്കല്ലേ ചുമ്മാ അധികം കണ്ട്. മുത്തേ, ടി വി ഓഡിയൻസിനോട് നമുക്കൊരു ഹെയ്റ്റ് ഇല്ല, ഈ പറയാം ടി വി പ്ലേയേഴ്സിനോട് നമുക്ക് ഹെയ്റ്റ് ഇല്ല. പക്ഷേ ഈ കുണ്ണത്താളത്തിന് ഇരുന്നുങ്ങാണ്ട് നിങ്ങൾ മന്ദബുദ്ധികളായിങ്ങാണ്ട് ഇവനെ വിശ്വസിക്കല്ലേ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ആദ്യം ഇട്ടൊന്ന് കൊടയും, മനസ്സിലായോ? അപ്പൊ അവന്മാർ അതിൽ ചൂണ്ട കൊത്തുന്നുണ്ടോ നോക്കും, അപ്പൊ ഇരുന്ന് അപരാധം തുടങ്ങും. അതാണ് ഇവന്റെ സ്വഭാവം. അങ്ങനെ ഇവൻ താത്തിയിട്ടുള്ള എല്ലാരും കുറെ എണ്ണം ഉണ്ടല്ലോ ഇരുന്നുങ്ങാണ്ട് ഇപ്പം ചെറിയ വാച്ചിങ്ങിലൊക്കെ ഇരുന്ന് സ്ട്രീം ചെയ്യണേ. അങ്ങനെ എല്ലാരും ഇവ ഇല്ലാതാക്കിയിട്ടേ ഉള്ളൂ. അതിനൊന്ന് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മറ്റേ അച്ചടിച്ച വക്കീൽ നോട്ടീസിലൊന്നും പ്രൂഫില്ല. അതൊക്കെ കുറച്ച് ബുദ്ധി വേണം, ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ. അത് പറ്റണ പോലെ ചിന്തിച്ചോ, മനസ്സിലായിക്കോ, അത്രേ പറയാനുള്ളൂ. ഫ്ലഫി എവിടെ? ഞാൻ ഫ്ലഫിന്റെ കാര്യം വെയിറ്റ് ആക്കി ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഫ്ലഫിന്റെ എന്താണ് ഇന്നലെ പറഞ്ഞത്? ഫ്ലഫിന്റെ ചിറി അടിച്ച് പോകുമ്പോൾ പൊളിക്കുന്നോ? ഇവ ആരാടാ ചിറി അടിച്ചെല്ലാം പൊളിക്കാന്? ഇവ എന്താ വന്നിട്ട് ചിറി അടിച്ച് പൊളിക്കുന്നു ഫ്ലഫിന്റെ? ഇവ ആര്? ഫ്ലഫ് എടാ ഞാൻ പറയട്ടെ, ഇവൻ ഒരാൾക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ മുത്തേ ഇവന്റെ ഒരു 10 പൈസ വാങ്ങല്, അതുകൊണ്ട് കുടുങ്ങും, മനസ്സിലായോ? അതുകൊണ്ട് കുടുങ്ങും. ഇവൻ ഫ്ലഫിനെ അന്ന് ഫ്ലഫി തലേ ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പം ഫ്ലഫി ഇതിന്റെ അടുത്ത് പറഞ്ഞതാ, എന്തോ കൊയഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈഗിളാണ്, അവിടെ ചെന്നാണ്ട് ബില്ല് കൊടുത്തത് ഈഗിളാണെന്നുള്ളത്. അത് കൊടുക്കണ്ടെന്ന് ഫ്ലഫി അത്രയും പറഞ്ഞിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇവൻ കളിയാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഫ്ലഫി ഇതിന്റെ മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കളിയാക്കാണെന്നെ പൈസന്റെ കേസല്ലേ, പൈസ കൊടുത്താൽ തീരുന്നതല്ലേ ഉള്ളൂ എന്നുള്ളത്. എന്നിട്ട് ഇന്നലെ വന്നാണ്ടിരുന്ന് പറയാം, ഞാൻ നിനക്കൊക്കെ ചെയ്തതിന്റെ കണക്ക് നീ ഒന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, നിന്റെ ചിറി അടിച്ച് ഞാൻ പൊളിക്കും. നീ ഒരു ഹോസ്പിറ്റലിൽ 10,000 രൂപ കൊടുത്തേനാടാ കുണ്ണേ, നീ വന്നിട്ട് ചിറി അടിച്ച് പൊളിക്കും പറയണേ. നീ ആരടാ മൈരേ? ചെറിയ അടിച്ച് പൊളിക്കുന്നു. ഇത് ബാക്കിയുള്ളവരുടെ കൈ എന്ത് അല്ല ഇവന്ത് ഗുണ്ടേ? ആ ഗുണ്ടയാ അല്ല. ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ഫ്ലഫിയുടെ ഞാൻ പറയട്ടെ, ഓക്സിയുടെ കാര്യം മനസ്സിലെ ഇത് പറയുന്നത് ഞാൻ പറയട്ടെ. ഇപ്പം ഷെയ്ക്ക് എക്സാമ്പിൾ, നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാർ റിയൽ ലൈഫിൽ തോളൊക്കെ ആയിട്ടുണ്ട് നടക്കുന്ന കൂട്ടുകാരന്മാര്, നമ്മൾ ഒരു ഗ്യാങ്ങിൽ കളിച്ചമാര്, ആ ഒരു ഫ്രീഡത്തെ അനുസരിച്ച് നമ്മൾ പലതും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, മനസ്സിലായി? ഒരു സൈഡിൽ നിന്നല്ല ഇത് പറയുന്നത്. ഇങ്ങോട്ട് പറയുന്നതൊക്കെ വായിക്കാത്ത ഊമ്പാനല്ലേ ഇവിടെ കേൾക്കുന്നത്, മനസ്സിലായോ? അതൊന്നും നമ്മളൊന്നും പറയുന്നില്ല. ഞാൻ കോൺട്രവേഴ്സി ആക്കാനും ഒന്നിനും അല്ല ഇവിടെ വരുന്നത്, ഞാൻ കാര്യമായിട്ട് പറയാണ്. അതില് ഫ്ലഫി പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഓക്കെ, അവന്റെ വിശ്വാസത്തിൽ ഓക്സി മറ്റേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊച്ചിയിലാണ് താമസിക്കുമ്പോൾ ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പം ആ ഒരു ഇതിന്റെ ഇടയിൽ ഫ്രീഡമായിട്ട് 2 കൂട്ടുകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയും. അതൊക്കെ ഒരു ഗ്യാങ്ങിൽ കയറുമ്പോൾ അവിടെ പോയി ഊമ്പിച്ചിട്ട് അവിടെ പോയി കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അവനെ മാത്രം അങ്ങ് കുണ്ണയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നിർത്ത്, മനസ്സിലായോ? പ്രൈവറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഊമ്പിക്കാനാണെങ്കിൽ അറിയാലോ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാലോ. ഷെയ്ക്ക് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയാ, ഒരാൾ അങ്ങനെ പറയും, ഒരാൾ ഇവിടെ പറയും, ആർക്കും പ്രൂഫും പറയും. എടാ നമുക്കുണ്ടല്ലോ ഇപ്പൊ നടന്ന റീസെന്റ് ആയിട്ട് നടന്ന തുപ്പിയും ഷമീറൊക്കെ അത്രയും ഓല് ഒരുമിച്ച് നടന്നിട്ട് ഇപ്പൊ എന്തായി? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തരുതെന്ന് കരുതിയിട്ട് പലതും നമ്മൾ റിയാക്ട് ചെയ്യാതെ മുണ്ടാതൊക്കെ ഇരുന്നുകാണ്ട് പോണത്. ഒരാളും നല്ലതല്ല, ഒരുത്തനും ഒരു ഗുണയും നല്ലവനല്ല. പറ്റുന്നവരൊക്കെ കോണ്ടന്റ് കാണുക, RP കാണാ, പോവാ, അത് നിന്നാ മതി, മനസ്സിലായ? അതിപ്പോ ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും അത്രേ ഉള്ളൂ. ഇതൊക്കെ അല്ല, ഫ്ലഫിയുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഒരു കാര്യം ഓഫ്ലൈനിൽ ഒന്ന് പറയുന്നു, അത് അവന്റെ അഭിപ്രായം, അതെടുത്ത് അവിടെ പറഞ്ഞിട്ട് വഴക്കുണ്ടായിരിക്കുന്നത് എന്തിനാണ്, മനസ്സിലായോ? അത് ലൈവ് ഇട്ട് പറയേണ്ട ഒരു കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലഫീനെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ഈസി വിളിച്ച് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ഇത് ലൈവ് ഇട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിൽ കയറി ഇടിക്കും, ഒരു ഗെയിമാണ്, ഗെയിമിന്റെ പേരിൽ വീട്ടിൽ കയറി ഇടിക്കുന്നത് കാണണമല്ലോ എന്തെങ്കിലും പറഞ്ഞിട്ട്. അല്ലല്ല, ഞാൻ എല്ലാവരുടെ കാര്യം പറയാം. അവിടെ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ ഈ അപരാധം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ. ഇപ്പൊ അവരുടെ അടുത്ത് ഞാൻ കാര്യം പറയാം, സ്വന്തം കാര്യം അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ കാര്യം മാത്രം നോക്കരുത്. ഇങ്ങോട്ട് പറഞ്ഞത് ഒരിപ്പുണ്ട് കുറെ, മനസ്സിലായോ?
അതെല്ലാം സ്വന്തമായിട്ടൊക്കെ മാന്യം കളിക്കുന്നുണ്ടല്ലോ കുറെ എണ്ണം. മനസ്സിലായോ? അന്ന് ഫ്ലഫി അതേപോലെ എന്തോ എടുത്തിടാന്ന് പറഞ്ഞു. അല്ലല്ല ഷെയ്ഖ് പിന്നെ അത് വേണ്ടാന്ന്, വേണ്ട ഇഷ്യൂ ഒന്നും വേണ്ടാന്ന് അതൊന്നും ഞാൻ പറഞ്ഞു. പറയുന്നില്ല. ഒന്നും കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല. സ്വന്തമായിട്ട് മാന്യം കളിച്ച് മറ്റേ ഞമുങ്ങിയിരിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ അതിന്റെ അകത്ത്. മറ്റേ അയ്യോ ഇന്ന് ഞാൻ ഒരു ക്ലിപ്പ് കണ്ട്, മറ്റേ അവരുടെ ലൈവ് എന്തൊരു ടോക്സിക്. ആ TJ അമ്മയ്ക്ക് വിളിക്കുന്നു, അയ്യോ നിന്റെ വായിന്ന് മുത്താണോടാ പൊഴിയുന്നത് കുണ്ണെ, നീ മറ്റേ തെറി വിളിക്കാത്ത മാന്യൻ. ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാം നീ ഒരു അപരാധിയാണ്. മനസ്സിലായോ? നീ ഉണ്ടാക്കുന്ന ഊമ്പാൻ വരുന്ന ദിഗോഡിന്റെ ലൈവിൽ ഊമ്പുന്നു, മറ്റേ തെറി വിളിക്കാത്തൊരു പുണ്യാളൻ, നിന്റെ വായിന്ന് മുത്ത് പൊഴിയോ മയിരെ. നീ ഇത്രയും നാൾ ഊമ്പിയത് എന്തോ ഉണ്ടാക്കാനായിരുന്നു? മറ്റേ തള്ളക്കല്ലാതെ അവന്റെ വായിന്ന് വേറൊന്നും വരാത്തൊരുത്തനാണ് അവൻ പറയുന്നത്. ഞാൻ മറ്റേ ഭയങ്കര അവരുടെ ലൈവ് ഭയങ്കര ടോക്സിക്. TJ തള്ളക്കി നീ ഊമ്പും വായിന്ന് മറ്റേ സ്വർണ്ണക്കട്ട വരുന്ന കുണ്ണ. മറ്റേ ഞാൻ ഒന്ന് പറയുന്നില്ല കൂടി. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ വിചാരം ഇവൻ എന്തോ ആണ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. നീ ആയിക്കോ, നീ ഒറ്റക്ക് സംഭവം ആയിങ്ങാണ്ട് സിനിമാറ്റിക് ലീഡറൊക്കെ ആയി നടന്നോ, പ്രശ്നമല്ല. പക്ഷെ ബാക്കിയുള്ളവരെ ലൈഫ് ഊമ്പിച്ചിട്ടല്ല, മനസ്സിലായോ വളരണ്ടേ. ഞാൻ നിന്നെ ഒന്നും ഉണ്ടാക്കാൻ വന്നിട്ടില്ല. ഞാൻ ഇത്ര നാൾ എന്തേലും മിണ്ടുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ സീരിയസ്ലി ചോദിക്കും, നിങ്ങളുടെ അടുത്ത് ചോദിക്കുവോ? ഞാൻ ഇത്രയും നാൾ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ലാതെ എന്നെ പിടിച്ച് ഡ്രാഗ് ചെയ്യുന്നു, ഇവനെ പിടിച്ച് ഡ്രാഗ് ചെയ്യുന്നു, ഒരു കാര്യവും ഇല്ല. മറ്റേ ഓവറങ്ങ് മാന്യം കളിക്കരുത്. സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് ഇവിടെ കിടന്ന്. എന്നിട്ട് അവിടെ മറ്റേ അയ്യോ തെറി വിളിക്കും, തെറി ഭയങ്കര അയ്യോ ഭയങ്കര മറ്റേ കൊച്ചു പിള്ളേർ മറ്റേ UKG പഠിക്കുന്നവർക്ക് തെറി വിളി. അവൻ തെറി വിളിക്കുന്നവന്റെ ലൈവില് പറി വിളിക്കുന്ന പോടാ കുണ്ണെ. നീ മറ്റേ ഊമ്പാമല്ലേ എന്റെ അടുത്ത് ഒരുപാടങ്ങ്. അയ്യോ എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഇത് കണ്ടിന്യൂ ചെയ്യാൻ അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇതങ്ങാണ് ഓവർസീലോട്ട് പോയി ഡ്രാഗ് ചെയ്ത് ഊമ്പാനാണെങ്കിൽ മോനെ നിന്നെ പണ്ണ് ഞാൻ. മനസ്സിലായോ? ഞാൻ ആരെയല്ല പറയുന്നത്, ഈഗിളിനെ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അവർക്ക് മനസ്സിലാവേണ്ടവർക്ക് ഇത് മനസ്സിലാവും. ഓവർസീ ഡ്രാഗ് ചെയ്യാനാണെങ്കിൽ സ്വന്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ ആലോചിച്ച് വെച്ചോ. ഓരോന്ന് വായി കിട്ടും നിനക്ക്. എനിക്ക് ഒരു താല്പര്യമില്ല കോൺട്രവേഴ്സിയിലുള്ള. ഇപ്പൊ നീ നിർത്തിക്കോ, മനസ്സിലായോ കുണ്ണെ? ഓരോന്ന് പറഞ്ഞത് ആരെ കുറിച്ചൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. എന്തൊക്കെ അവരാധങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അറിയാം. നീ ആലോചിച്ച് വെച്ചോ, നീ ഊമ്പും. ബ്രാവോ ഒക്കെ പാവാണ്, അതൊക്കെ അത്രേ ഉള്ളൂ. ബ്രാവോനായിട്ടും നമുക്ക് ഒരു ഇഷ്യൂ ഇല്ല. ബ്രാവോ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. ഗ്രൂപ്പിൽ ഇത് പലരും പറഞ്ഞപ്പോൾ ഞാൻ അതേ പറയാം, ബ്രാവോ ഒന്നും ഇതിലോട്ടൊന്നും ഇൻവോൾവ് പോലും ആയിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ വരുന്നതിന് മുമ്പേ എനിക്ക് ഫസ്റ്റ് എന്നെ ഇങ്ങോട്ട് വൈറ്റ് ലിസ്റ്റ് എടുത്ത് കയറ്റുന്നത് പഴശ്ശിക്കോടാണ്. KVയിലെ പഴശ്ശിക്കോട് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് കമ്പനിയാക്കി തരുന്നത് ഫസ്റ്റ് ബ്രാവോ. അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഞാനും ബ്രാവോ. അത് ഇതുവരെ ഞാൻ സ്പോയിൽ ചെയ്തിട്ടില്ല ഇന്നേ വരെ. അത് ഈ പറയുന്ന മാതിരി ഈ സെർവറിന്റെ സെന്റിമെന്റും അണ്ടിയൊന്നും കിട്ടാനല്ല. ഞങ്ങൾ നല്ല രീതിക്ക് നല്ല ഫ്രണ്ട്സാണ്. അത് ഞങ്ങൾ എന്തായാലും കീപ്പപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്കല്ലാതെ വേറെയുള്ള കാര്യത്തിലൊന്നുമില്ല. പക്ഷെ ഇവൻ അങ്ങനെയല്ല. മതി, ലൂപ്പിൽ പോകാൻ താല്പര്യമില്ല. മതി. ഇവ ഒരു കുണ്ണായൻ. എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി സമയം തരും. ഞാൻ മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അത് അടുത്ത് പറഞ്ഞത്. എനിക്ക് ആരോടൊന്നും പറയാനില്ല, ഈഗിളോടൊന്നും പറയാനില്ല, TV ഓഡിയൻസിനോടൊന്നും പറയാനില്ല, നമ്മുടെ കുറച്ച് ഓഡിയൻസിനോട് പറയാനില്ല. ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി വയ്യാണ്ടിരുന്നു. ഇന്ന് രാവിലെ ഫോൺ തുറക്കുമ്പോൾ തള്ളക്കുവിളി മാത്രമേ ഉള്ളൂ. RC7ന്റെ കാര്യങ്ങൾ നീ ഈഗിളുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അത് ഈഗിളിനും അറിയാം, എനിക്കും അറിയാം. ഞാൻ ഈഗിളുമായിട്ട് ഡിസ്കസ് ചെയ്ത് എപ്പോഴാണ് തീരുമാനം. നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാനത് തിരിച്ച് അറിഞ്ഞില്ല എന്നുള്ള ഞാൻ സത്യമായിട്ടുള്ള കാര്യം ഉള്ള പോലെ പറയാം. ഷെയ്ക്കിനും അറിയാമല്ലോ. ഷെയ്ക്കിനടുത്ത് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞത്. അത് തൊട്ടടുത്ത കോള് ഷെയ്ക്കിനാണ് വിളിച്ചത്. എന്തോ ആയിക്കോട്ടെ, അത് ഞാൻ അവിടെ പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ഞാൻ ഇതേപോലെ കോഹ്ലിയുടെ അല്ലെങ്കിൽ മറ്റേ ഇവൻ ദാമുനെ എടുക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്. ഞാൻ വേറെ ആരും പറയില്ല. കുറെ ഓഡിയൻസ്, കുറെ പേര്, കുറെ അധികം ആൾക്കാർ രാവിലെ തൊട്ട് തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കുക. നീ എന്തിനാണ് ഈഗിളിനോട് ചോദിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നത്? നീ ഇറങ്ങിപ്പോക്കൂടെ? യു ആർ നോട്ട് എന്താണ്, നീ ഒരു RC7ന്റെ കോഹ്ലിയുടെ അവൻ അർഹനല്ല, നീയും അർഹനല്ല, അവനും അർഹനല്ല, ഇവനും അർഹനല്ല. ഇവിടെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഷെയ്ക്കിനോട് മാത്രമേ ചോദിക്കാറുള്ളൂ. ഞാൻ വേറെ ആരോട് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഈഗിളിന്റെ അടുത്ത്, ഈഗിൾ പറഞ്ഞത് എന്തുവാ, നീയൊക്കെ കൂടെ ചെവിയിലോട്ട് കേട്ടത് എന്തുവാ? ഇവനൊക്കെ കേട്ടത് മറ്റേ ഞാൻ എന്തോ മറ്റെന്താ അവിടെ ചോദിച്ചിട്ടാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്, എന്തിനാണ് അഭിപ്രായം? ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചില്ല ഈഗിളുടെ അടുത്ത്. അത് ഈഗിൾ പറഞ്ഞത് കറക്റ്റായിട്ട് ചെവി തുറന്നു വെച്ച് കേട്ട് ആവശ്യമില്ലാത്ത തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കാൻ വരുമ്പോൾ വായിക്കകത്ത് പഴമല്ലിരിക്കുന്നത്. ഞാൻ ശരിക്കും ഇരുന്ന് ഞാൻ തെറിയും തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കും. ഞാൻ ഇവിടെ നിന്ന് ഒരു 10-15 കൂട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഫോൺ ഓണാക്കി നടുക്ക് വെച്ചിട്ട് ഞാൻ ഇരുന്ന് എല്ലാവരെയും കൊണ്ട് ഒരുമിച്ച് തെറി വിളിക്കും. നാളെ തൊട്ട് എൻ്റെ ഫോണിൽ രാവിലെ ഒരു 7 മിനിറ്റുള്ള ഓഡിയോ ഏതോ ഒരു പുണ്യാളൻ, എനിക്ക് അറിഞ്ഞൂടാ അതാരെന്ന്, 7 മിനിറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് എന്നെ ഷെയ്ക്കിനെ ഇരുന്ന് അങ്ങ് അപരാധിക്കുക. രാവിലെ പക്ഷെ ഞാൻ പറയട്ടെ, ആ വോയിസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഗുഡ് പോയിന്റ്സ് ആണ് സീരിയസ്ലി. അത് ഉണ്ടായിരുന്നു ഇവിടെ VC-ല്. അത് അതുണ്ട്. സീരിയസ്ലി അതൊരു ഓ, പോയിന്റ് ഉണ്ട്, ആണ്, ഞാൻ നല്ലൊരു പോയിന്റ് ആണ് ആക്ച്വലി. പുള്ളി പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ പുള്ളി നമ്മൾ പറഞ്ഞ താങ്ങി ഒരുപാട് നിൽക്കണോണ്ടാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ആവശ്യമില്ല അറിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അറിയാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഈഗിൾ എന്താണ് പറഞ്ഞത്, ആൾക്കാരെന്തോ എന്നെ പറ്റി പറയുന്നത്, ഞാൻ അത് ഓൾറെഡി ക്ലാരിഫൈ ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് ഈഗിള് പറഞ്ഞതിൻ്റെമായിട്ട് ബന്ധപ്പെട്ടല്ല നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നത്. പുള്ളി എന്താ പറഞ്ഞത്, ഇതേപോലെ ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇവിടെ നടക്കുന്ന എന്താണ് കാര്യങ്ങൾ ഞാൻ പുള്ളിയോട് ചോദിച്ച് തീരുമാനം എടുക്കുന്നതാണ്. അങ്ങനെ ഈഗിൾ എവിടെ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഇത് നിങ്ങൾ സ്വയമേ കൺവേർട്ട് ചെയ്യായി. ഓഡിയൻസ് കുറെ ആൾക്കാർ സ്വന്തമായിട്ടൊക്കെ കൺവേർട്ട് ആവുക. എനിക്കറിയത്തില്ല ഇത് എന്താ വന്നു. എന്നിട്ട് രാവിലെ തൊട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. ഞാനുള്ള കാര്യം പറയും, ഇനി എന്റെ ഫോണിൽ കാണാൻ ഒരു കോളോ മെസ്സേജ് വന്നാൽ ഇത് ഞാൻ തിരിച്ചവരായിരിക്കും. ഞാൻ ഇതുവരെ ഇല്ല, ഞാൻ പറയട്ടെ മതിയാക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ഈഗിളിനോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പോലും വിളിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞറിയോ, മാക്ക് ഉണ്ടാവുക കോളില്. ഞാനും മാക്കും പപ്പടൊക്കെ ഇരുന്ന് കണ്ട് വിളിച്ച കോളില് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത്, ഈഗിളെ പയ്യെ ഗ്രൂപ്പൊക്കെ നല്ല രീതിക്ക് മോണിറ്റർ ആയി വരുന്നുണ്ട്. ഈ പറയുന്ന സ്റ്റിക്കേഴ്സും ഇതൊന്നും ഇടാതെ ഞാൻ നോക്കിക്കോളാം. ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഈ ആരാധിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പയ്യെ കുറച്ച് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവനെ പേടിച്ചിട്ടൊന്നുമല്ല. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പപ്പ് ചെയ്യുമ്പോൾ ഇനി നമ്മളെ ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ വരണ്ടാന്ന് എഴുതിയിട്ടാ. ഇവനോടൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പും കീപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ മുതൽ എൻ്റെ അഭിപ്രായത്തിൽ മെമ്പേഴ്സ് ഇടരുത്, അഡ്മിൻസ് ഇടണം. രാവിലെ 2 കൊട്ട, ഉച്ചക്ക് 2 കൊട്ട, വൈകുന്നേരം 2 കൊട്ട, രാത്രി 2 കൊട്ട. മനസ്സിലായോ? സ്റ്റിക്കർ ഗ്രൂപ്പിൽ ഇട്ടോളണം. അത് ഞാൻ റൂളാക്കി കണ്ടിടുകയാണ്. അത് കാണിച്ചു തരാം. ഇവനെ എന്റെ ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ പിക്ക് തന്നെ ഞാൻ കൊട്ട ആക്കാൻ പോവുക. അല്ല, ഇവനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവനെ പറ്റിയൊക്കെ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പറയാ, മറ്റേ VC-യിൽ വിളിച്ചിരുത്തിക്കാണ്ട് മറ്റേ ഇവനെല്ലാം ഇരുന്ന് കണ്ട് ഷെയ്ഖിന്റെ ഡിസ്കോഡില് ഈഗിൾ സാരി എടുത്ത് നിൽക്കണ ഫോട്ടോ എന്താ ഡിലീറ്റ് ആക്കാത്തത് എവിടെയെന്ന് എഴുതി. ഞാൻ പോയി നോക്കുമ്പോൾ അപ്പോൾ തന്നെ അത് അവന്മാര് കാണിച്ചു തന്നതാണ്. അവന്മാരെ ഈ പറയുന്ന ഡിമോനോ ആരോ ഒരുത്തം വിളിച്ചുകാണ്ട് ഇതേമാതിരി സ്ക്രീൻഷെയർ ചെയ്തുകൊണ്ട് കാണിച്ചു തന്നത്. ഇത് ഷെയ്ഖിന്റെ ഡിസ്കോഡിൽ വന്നാൽ ഇതൊന്നും എന്താ മോണിറ്റർ ചെയ്യാത്തത്? ഇവന്റെ അല്ല, ഞാൻ മോണിറ്റർ ചെയ്യണം. ഇന്റത് ഈ കുണ്ണൊന്നും മോണിറ്റർ ചെയ്യൊന്നുമില്ല. ചാറ്റും പറയുന്നു അവിടെ ഇരുന്നാണ്ട് അമ്പീന്നും മറ്റേ പറയുന്നെല്ലാം പറയുന്ന അതൊന്നും ഇവന്മാരൊന്നും ഒരുത്തന്റെയും ഈ മറ്റേ ഗ്യാങ്ങാണ് മറിച്ച ഗ്യാങ്ങാണെന്ന് പറയണതൊന്നും ഒരുത്തന്റെ ഇവന്മാരൊന്നും മോണിറ്റർ ചെയ്യൂല. ഇവന്റെ ഒക്കെ എന്നിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഇവൻ ആരും ഒന്നും പറയരുത്. ഇവനെ പേടിച്ചിങ്ങനെ വരുമ്പോ തന്നെ തലൈവരെ വണക്കം എന്ന് പറഞ്ഞ അങ്ങനെ തൊഴുതുകാണ്ട് പോണം. ഇവനെ കുണ്ണ ഊമ്പല്ലേ ഇനി അധികം വന്നുകാണ്ട് മൈരെ നിന്നിട്ടുള്ള എല്ലാ ബന്ധവും നിർത്തി. അങ്ങനെ ഇതിന്റെ ഫോണിക്ക് ഇനി ഒരു മെസ്സേജ് പോലും അയച്ചേക്കരുത് മയിര്. ഇവൻ അൺഫോളോ അടിച്ചാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ഈ പുണ്ടച്ചിന്റെ ഇന്നലത്തെ വർത്താനം കേട്ടിട്ട് അല്ലേ നന്മ കൊണ്ട് വന്നിട്ട് കമ്മ്യൂണിറ്റിയിലെ പറി. ഇനി 950 സ്റ്റോറി ഞാൻ ഇനി എങ്ങനെ കാണും? പറഞ്ഞോ. എനക്കൊരു കാര്യം പറയാണ്ട്. പറ. മീൻസ് ഈ സിറ്റുവേഷൻ തുടങ്ങുന്ന എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പീഡിയിൽ ഒരു കൺസൈൻമെന്റ് കളിക്കാൻ പോയി ഒരു കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് മീൻസ് കൺസൈൻമെന്റ് കഴിഞ്ഞാൽ പീഡിന്ന് ഇറങ്ങില്ല ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയും പീഡിന്റെ ഇടയില്. ആ ടൈമിൽ സിറ്റിയിൽ ഇരുന്ന് പോയി. എന്നിട്ട് അതിൽ ആ സിറ്റുവേഷനിൽ കളിക്കാൻ പോയി. എന്നിട്ട് സംസാരിക്കാൻ പോലും പോയിട്ടില്ല. ആകെ RC7 ഉള്ള ടാഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അത് സിറ്റിയിലെ സിറ്റിസൺ ആണ്. ആ ഒരു ഇതിൽ ഞാൻ മാത്രമേ അതിൽ കളിച്ചിട്ടുള്ളൂ. അതിന് എന്നെ പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി Z13 ഒരു പ്ലെയർ കളിച്ചിരുന്നു ആ കൺസൈൻമെന്റ്. അതിൽ Z13 RC7 ആ ടീമപ്പ് ആയിട്ടാണ് TVN അടിക്കാൻ വന്നതായി. ബാക്കി മീൻസ് പീഡിയിൽ ഗ്യാങ് കളിക്കുന്ന പ്ലേയേഴ്സേ കുറവാണ്. ഒരു 10% ഉള്ളൂ പീഡിയിൽ. 100% ഗ്യാങ് കളിക്കുന്ന പ്ലേയേഴ്സ് വെറും 10% ഉള്ളൂ. അതിൽ ആകെ 2-3 പ്ലേയേഴ്സാണ് കളിച്ചത് മൊത്തത്തിൽ ആ ഒരു സിറ്റുവേഷൻ 17 പീഡിയിൽ. എന്നിട്ട് അവിടുന്ന് തുടങ്ങിയിട്ട് എവിടെ എത്തിച്ചത്? ഇതിന്റെ ഇന്നലെ എന്ത് പറഞ്ഞേ? മീൻസ് നമ്മളെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഷെയ്ക്ക് എന്ത് ചെയ്തിട്ട് എന്ത് പറയുന്നത്? വെറുതെ എന്തിനാ ഈ പറയുന്നേ? അറിഞ്ഞിട്ടും കൂടിയില്ല. മനസ്സിലായോ? ഇന്നലെ കടന്നുറങ്ങാൻ നേരത്ത് ഇവ ഇരുന്ന് അവിടെ ആരാധിക്കണേ മറ്റേ അണ്ടി കൂടുമ്പോ ഒരു സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ കളിച്ചതിന് ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തം എടുത്തിട്ട് ആരാധിക്കുന്നേ. എന്തേ കുറച്ച് ലോജിക്ക് ഉണ്ടെങ്കിൽ ഓക്കെ. ഒരു ലോജിക്കും ഇല്ലാതെ ഇരുന്ന് മറ്റേ സർവർ സൈഡിൽ നിന്ന് എന്തോ ടെമ്പർ റെസ്പെക്ഷൻ കൊടുത്തു അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ബാക്കിയുള്ളവരെ തലയൊക്കെ ഇടുന്നു എല്ലാ കാര്യം കൊണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി അങ്ങ് ഡ്രാഗ് ചെയ്ത് അങ്ങ് ഊമ്പിക്കുന്നു. ഇവൻ വെറുപ്പിച്ച് ഒരുത്തം പോലും മാത്രല്ല ഈ PDയിൽ കളിക്കുന്ന സെക്കൻഡ് ക്യാരക്ടർ ആണ്. നമ്മൾ മറ്റേ അതൊന്നും ഗ്യാങ്ങിന്റെ ഒരു സംഭവം വെച്ച് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോമൺ സെൻസ് പോലും ഓഫ്ലൈനിൽ ഇരുന്ന് കളിക്കുന്ന എന്തെങ്കിലും കുണ്ണത്തരം കാട്ടിയൊക്കെ. ഇപ്പൊ 9 മണിക്കൂർ ലൈവ് ആണ് ഈ നോക്കിയ 9 മണിക്കൂർ ലൈവ്. ഷെയ്ക്കിന് അറിയത്തില്ല. ഞാൻ ഷെയ്ക്കിനെ വിളിച്ചു, ഷെയ്ക്ക് എന്തോ സീൻ എന്തോ ഷെയ്ക്ക് അറിഞ്ഞിട്ട് പോലില്ലോ. ഷെയ്ക്ക് ഉറങ്ങാനും കണ്ടെടുത്ത് ബോധം ഇല്ലാതെ എന്നോട് സംസാരിക്കുന്നതന്നെ. എന്നിട്ട് അവിടെ ഷെയ്ക്കിനെ ഡ്രാഗ് ചെയ്യുക. ചുമ്മാ ഒരു കാര്യം ഇല്ലാതെ ഷെയ്ക്കിനെ ഡ്രാഗ് ചെയ്യുന്നു. നോക്കിയ ഡ്രാഗ് ചെയ്യുന്നു. നോക്കിയാണ് ആദ്യം പുഴുത്ത് ചത്തത്. നോക്കിയ ഓക്കെ മറ്റേ റിവഞ്ച് മോഡിൽ 5-6 പിക്ക് എടുത്തിട്ട് താളം വിട്ടെങ്കിൽ ഓക്കെ. നോക്കിയ പോയി ചെന്ന് ചത്ത് കിടക്കുന്ന അവൻ ലൈവില് 9 മണിക്കൂറായിട്ട് TVനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒരു കാര്യം ചെയ്തിട്ടുമില്ല.
അതിൽ PDയിൽ ആകെ ഉള്ളത് RC7 നോക്കിയ മാത്രമേ ഉള്ളൂ. പക്ഷെ പറയുന്ന മൊത്തം RC7. എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രാവാന്റെ ലൈവ് നോക്കുമ്പോ ഡൗൺ ആയത് നിങ്ങളാണ്. ആര് RC7 പീഡിനെ പറയേണ്ടതിന് ഡൗൺ ആയത് നിങ്ങളാണ്. നോക്കിയ നീ പീഡിയുടെ ഹെഡ് വല്ലോ ആടാ നോക്കിയ? അല്ലല്ല, ഒരുത്തനെ RC7 കളിച്ചിട്ടുള്ളൂ. അപ്പൊ അത് മൊത്തം ഡൗൺ ആക്കിയത് തല്ലുകൊള്ളികളാക്കിയതൊക്കെ അത് ഇങ്ങനെ കൺവേർട്ട് ആക്കുന്ന ഈ മണ്ടന്റെ ലൈവ് ഒന്നും ഇങ്ങിരുന്ന് അറിയില്ല. ഇത് ഈ ചിലവർക്ക് ഇങ്ങനെ ഈ ആണുങ്ങൾക്ക് പീരിയഡ്സ് ഇളവുന്ന് ഇപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. അല്ലടാ, ഈ ആണുങ്ങൾക്ക് പീരിയഡ്സ് ഇളവുന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. സീരിയസ്ലി ഞാൻ പറയാം, 9 മണിക്കൂറിലാകുമ്പോൾ ഒരു വാക്കെങ്കിലും ഒരു സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രവേഴ്സി ടൈപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇവൻ ആ 9 മണിക്കൂറിൽ ഞാൻ മിണ്ടാതിരുന്ന ഒരുത്തന്നെ, മനസ്സിലായോ? ആ സിറ്റുവേഷനിൽ പോലും അവൻ വലുതായിട്ട് സംസാരിച്ചായിരുന്നു നോക്കിയാ നീ ആ സിറ്റുവേഷനിൽ? അതോ മേളിൽ നിന്ന് മറ്റേ അവന്മാര് ഇവ ആ കൂടെ അതിൽ ഐജിയൽ ചെയ്തിട്ടേ ഉള്ളൂ. ആദ്യമേ പുഴുത്തി ചത്തിറക്കുന്ന തന്നെ. എന്നിട്ട് അതും പോരായിട്ട് മറ്റേ ഡസ്റ്റർ എടുത്തിട്ട് ചുമ്മാ തള്ളക്ക് വിളിച്ച് ലൈവിൽ ഇട്ടിട്ട്. എടാ ഞാൻ കാര്യം പറയട്ടെ, ഇവനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവന്റെ ഈ ഹെയ്റ്ററും പേടിച്ചിട്ട് ഇവൻ ഈ ലൈവിലിരുന്ന് അപരാധിക്കുന്ന് പേടിച്ചിട്ട് മാത്രം ഇവനെ പറ്റി കുറ്റം പറയാത്ത ആൾക്കാരാണ് ഇന്ന് ആ സിറ്റിയിൽ കളിക്കുന്ന പലരും. ഉറപ്പാ, എഴുതി വെച്ചോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ന്യൂട്രലായിട്ട് സിറ്റിക്ക് അകത്തുള്ള ആൾക്കാരോട് തന്നെ തമ്മിലൊന്ന് അന്വേഷിച്ച് നോക്കും. നമ്മളിത് പല ഭാഗത്തുനിന്ന് കേട്ടതാ. ഇവ ഇരുന്ന് അങ്ങനെ ഇവ എന്തോ വലിയ സംഭവമാണ്. റെക്സിന്റെ സിറ്റുവേഷൻ ഞാൻ കാണായിട്ടൊന്നല്ല, ഈ പുണ്ടച്ചികൾ ഇരുന്ന് കണ്ട് അവനെ വെറുതെ ഞാൻ ഈ അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്നിട്ടും ഞാൻ ലൈവിൽ ഇവനൊന്നും എതിരെ TVനോ അല്ലെങ്കിൽ ഈ പറയണ ഈ മറ്റേ കൊട്ടക്കെതിരെ ഒന്നും ഞാൻ ഇരുന്ന് കണ്ട് ഒന്നും ഞാൻ റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. ഇന്നലെ പോലും നിങ്ങളെ കാണാൻ പറഞ്ഞിട്ട് ഞാൻ കാണാൻ എന്താ വെച്ചാൽ ഞാൻ നിന്റെ തൊള്ളിൽ നിന്ന് എന്തെങ്കിലും ഇത് കണ്ട് ഞാൻ പറയണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ മുണ്ടാതെ ഞാനത് കഴിഞ്ഞ് ലൈവ് ഓഫാക്കി കണ്ട് ഞാൻ പോയത്. പേടിച്ചിട്ടല്ല, വേണ്ടാന്ന് കരുതിയിട്ട്. ഒരു ആവശ്യമില്ലാത്ത ഇവൻ ലൂപ്പിലേക്ക് അറക്കുകയാണ്, മനസ്സിലായോ? ഇവനായിട്ട് ലൂപ്പിലേക്ക് അറക്കുകയാണ്. ഇവൻ അറക്കാണ്ട് ഇവന് വേണ്ടത് അതാണ്. ഇവനതാണ് വേണ്ടത്. എത്ര പ്രാവശ്യം ഷെയ്ക്കേ നമ്മൾ അവോയ്ഡ് ആക്കി വിട്ടത്? എത്ര പ്രാവശ്യം ഇത് വേണ്ടാന്ന് വെച്ച് വിടുന്നേ, ഓഫ്ലൈൻ സോൾവ് ചെയ്ത് വിടുന്നേ? ഞാൻ ഒന്ന് KV ഒക്കെ പാവം പോടാ, ചുമ്മാ ഇരുന്ന് ബെറ്റർ ബ്രോ, KV ബെറ്റർ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ പോയേ ഓരോന്ന് പറയാൻ തുടങ്ങി. അവന്മാര് സിറ്റിയിലുള്ള കാര്യം മാത്രം എടുത്ത് അവരാധിക്കത്തുള്ളൂ. ഇത് വെറുതെ മറ്റേ ഇത് പേടിപ്പിക്കല ബ്രോ. നിങ്ങൾക്ക് അറിയാത്ത എടാ ഇനി എന്തേലും ഇതിന് മറുപടി കൊണ്ട് വരട്ടെ. വേറൊരു സാധനം ഞാൻ എടുത്തു വെച്ചതുണ്ട്, അതെടുത്ത് ഞാൻ ഒന്നാണ്ട് കേൾപ്പിച്ചു തരാം. ഇവന്റെ ഈ ഓഫ്ലൈനിലുള്ള ഈ ഭീഷണികൾ ഞാൻ കേൾപ്പിച്ചു തരാം. അതിൻ്റെയും ഉണ്ട്. അല്ല ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യട്ട് മയില്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ വിചാരം ഞാൻ എന്തോ ഊമ്പനാണെന്ന് കരുതി കണ്ട് ഇന്നങ്ങ് തൊലിക്കാന്ന് കരുതി പറഞ്ഞതാ തോന്നുന്നുണ്ട് ഇന്നലെ. ഞാൻ ഊമ്പൂല, മനസ്സിലായോ? ഞാൻ ഊമ്പാണ് ഇത് നിർത്തിയിട്ട് പോയാലും എനിക്കൊരു കേസും ഇല്ല മുത്തേ. ഞാൻ വേറെ പരിപാടി സെറ്റാക്കിയിട്ടാ ഇതിമൊക്കെ ഇരിക്കാൻ വന്നത്. നീയൊക്കെ നിന്റെ സേഫ് ആക്കിക്കോ. ഫാൽക്കൻ ഇഷ്യൂ അതന്നെ. ഫാൽക്കന്റെ ഇഷ്യൂ എന്താ? ഫാൽക്കന് ഒരു പ്രാവശ്യം ഇവന്റെ തന്തക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഫാൽക്കന് കൊടുക്കാത്ത കമ്മ്യൂണിറ്റിയിലെ ഒരു കുണ്ണയാക്കി മാറ്റി ഫാൽക്കനെ. ഇവ ഇരുന്ന് എല്ലാരും തന്തക്കും തള്ളക്കും ഇവന് വിളിക്കുക, ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ ഒരു കാര്യം, ഇതൊന്നും അല്ല അണ്ണൻ ഇതിനൊന്നും ചിലപ്പോ റിപ്ലൈ തരൂല. നിങ്ങൾ നോക്കിക്കോ, അണ്ണൻ ജയിക്കുക ചിലപ്പോ ഇതിനൊന്നും റിപ്ലൈ തരാതെ വേറെ എന്തെങ്കിലും എന്താ പറയാ 777 ഡ്രേക്ക് എന്നൊരു അത് 666 ഡ്രേക്ക് അവന്റെ സ്റ്റോറിക്കൊക്കെ ചിലപ്പോ ഇന്നിരുന്ന് അങ്ങനെ അതായിരിക്കും ഇന്നത്തെ കണ്ടന്റ്, മനസ്സിലായോ? അല്ലാതെ ഇതിനൊന്നും ചിലപ്പോ മറുപടി ഒന്നും ഉണ്ടാവില്ല. ഇതിനൊന്നും പറ്റി ഒന്നും പറഞ്ഞ് വെളുപ്പിക്കാൻ കഴിയൂല. നീ വെളുപ്പിക്ക, അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഞാൻ കാണിക്കാം. കോട്ടെ വേറെ ഉണ്ട്, വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് രണ്ടെണ്ണം ഞാൻ ഇങ്ങോട്ട് മാറ്റിട്ടതാ ഫോൾഡറിൽ. ഇത് കാണണ്ടെന്ന് എഴുതിയിട്ട് ഈ വീഡിയോസിൽ കുറെ റെക്കോർഡ് ഉണ്ട്. നീ അങ്ങ് ഊമ്പല്ലേ, മനസ്സിലായ? നിനക്കൊരു തോന്നലുണ്ട് നീ എന്തോ വലിയ കുണ്ണയാണെന്നുള്ളത്. അത് ഞാൻ മാറ്റിത്തരാം. ഡയറക്റ്റ് അങ്ങ് പോയി ഒരു സ്റ്റോറി ഇട്ടതോടെ ഡയറക്റ്റ് അങ്ങ് പോയി അങ്ങ് ചീത്ത തള്ളക്ക് വിളിക്കുക, മനസ്സിലായില്ലേ? അവ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക, മറ്റേ ഇതാണെന്നൊക്കെ. ഇങ്ങനൊരു കുണ്ണായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എടാ ഇവനെ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോണതാണ്. എന്ത് പറയണ്ടെങ്കിലും ഇവനെ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോണതാ. അത്രേ ഉള്ളു, അത്ര മാത്രം കൺവേർട്ട് ആക്കണേ ആക്കട്ടെ മയില്. ഞാൻ പറഞ്ഞില്ലേ ഇത്. ഞാൻ പറയട്ടെ, എനിക്ക് മറ്റേ ഈഗിൾ ബ്രോയായിട്ട് ഡയറക്റ്റ് ഇങ്ങനെ എനിക്ക് സീനൊന്നും ഇല്ല. ഞാൻ മനസ്സിലായി, ഞങ്ങൾക്ക് വലിയ കോണ്ടാക്ട്, സത്യം പറഞ്ഞ കോണ്ടാക്ട് ഇല്ല, അങ്ങനെ ഇഷ്യൂസ് ഇല്ല. അതുകൊണ്ട് ഞാൻ അതിലൊന്നും ഇടപെടുന്നത്. പക്ഷെ കുറച്ച് കുണ്ണാളുണ്ട് ഷെയ്ക്ക്,
മറ്റേ ഞാൻ സീരിയസ്ലി പറയാ, അല്ലല്ല ഞാൻ സീരിയസ്, ഞാൻ സൈഡ് ചിക്കായിട്ട് പറയാന്മാരുണ്ട് ഇവരുണ്ടല്ലോ മറ്റേ അല്ല ഇങ്ങനെ മണപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ക്യാമറ റോൾ കളിക്കാൻ പറഞ്ഞല്ലേ, അല്ലല്ല ഞാൻ ക്യാമറ റോൾ കളിക്കാൻ പറഞ്ഞല്ലേ. മെയിൻ താറാവ് മുന്നിൽ നടക്കുമ്പോ ബാക്കി കുറെ നടക്കൂലേ അവര് വാല് പോലെ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഗ്രൂപ്പ് ഞാൻ പറയട്ടെ സീരിയസ്ലി പറയാം, ഇത് മറ്റേ ഓസി ഡ്രാഗിങ്ങോ ഒന്നുമല്ല. ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാണ്. ഇവിടെ മറ്റേ ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്നെ അപരാധിക്കാനോ ഊമ്പാനോ നിന്ന ഞാൻ സീരിയസ് ആയിട്ടും പറയാം. ഞാൻ കുറെ നാളിട്ട് മിണ്ടാതിരിക്കുക. ഒന്നാമത്തെ കാര്യം കുറെ നാളെന്ന് വെച്ചാൽ കുറെ നാള് പറ്റുന്നതിന്റെ ഒക്കെ കൂടുതൽ ഞാൻ മിണ്ടായിരുന്നിട്ടുണ്ട്. ഇനി അപരാധിക്കണം. നീയൊക്കെ കൂടിപ്പോയ ഓസി ഡ്രാഗി എന്റെ തള്ളക്ക് വിളിക്കാൻ പറ്റും, തന്തയ്ക്ക് വിളിക്കാൻ പറ്റും. അല്ലാതെ കഞ്ചാവ് കേസും പറിക്കേസും ആ കേസും ഈ കേസും ഒന്നും ഇല്ല എനിക്കത് കോൺഫിഡൻസ് മനസ്സിലായി. അതുകൊണ്ട് അല്ലല്ല നീയൊക്കെ എന്നെ ഊമ്പാനാണ് ഓസി പറയാനാണെങ്കിൽ നീയൊക്കെ കൂടിപ്പോയാൽ തെറി വിളിക്കാൻ പറ്റും. അതിൽ കൂടുതൽ നിനക്കൊന്നും ഊമ്പാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന മറ്റേ അവിടെ പോയി മിസ്റ്റർ പെർഫെക്റ്റ് കളിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഞാനും കൂടെ ഉണ്ടായിരുന്ന ഇവിടെ ഉള്ള പലരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നീയൊക്കെ ഒന്ന് ആലോചിച്ചോണം, ഊമ്പും. മനസ്സിലായോ? നീയൊക്കെ അവിടെ പോയത് ഇപ്പുറത്തുനിന്നാണ് അങ്ങോട്ട് നീയൊക്കെ പോയത്. അപ്പം കൂടെ ഉള്ളവന്മാരുടെ കുറെ കാര്യങ്ങളും ഇവിടെ നിന്ന് അപരാധിച്ചിട്ട് അവിടെ പോയി മിസ്റ്റർ പെർഫെക്റ്റ് കളിക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ചോണം. ഊമ്പല്ലേ, മനസ്സിലായോ? ഭീഷണിയാണോ? അല്ലല്ല ഭീഷണിയും പറയൊന്നുമല്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഒരുത്തനും പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. പടച്ചോനെ പഠിച്ചാൽ മതി, പടപ്പാളിന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇവനൊക്കെ ആരാ, ഇവ എന്ത് ചെയ്യുന്നതാണ്? അല്ല ഞാൻ നേരത്തെ പറഞ്ഞതന്നെ, എനിക്ക് അതിൽ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നില്ല. ഈ പറയുന്ന മറ്റേ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻക്ക് മറ്റേ രഹസ്യം ചോർത്തി കൊടുത്തതിന്റെ വോയിസ് ഒന്നല്ല ഈ ഇതിന്റെ അടുത്ത് ഇരിക്കുന്നത്. എന്തേലും ഈ ആർപിയിൽ എന്തെങ്കിലും മുമ്പിയ സാധനം ഉണ്ടാവുള്ളൂ. ഇരുന്ന് അവരാധിക്കാണെങ്കിൽ നീ അത് വെച്ചാണ് അവരാധിച്ചാൽ ഞമ്മക്ക് എന്ത് മയിലാണ് ഇവിടെ. അല്ല, അതാ ഗെയിമിലുള്ളത് ഗെയിമിൽ തീർക്കാൻ വേണ്ടിയാണ്. നീയൊക്കെ ഒരു ഗെയിമായിട്ട് കാണാൻ പഠിക്കുക. അല്ലാതെ മറ്റേ അവൻ അങ്ങനെ തെറി വിളിച്ചെന്ന് പറഞ്ഞ് പറയും. മിസ്റ്റർ പെർഫെക്റ്റ് കളിക്കില്ലേ നീ, ഊമ്പല്ലേ നീ അങ്ങ് ഒരുപാട് കേട്ടോ. നീ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പറയും അവസാനം. നീ ഊമ്പ്, മനസ്സിലായോ? നീ മറ്റേ അവിടെ പോയി മിസ്റ്റർ അവൻ തെറി വിളിച്ചിട്ടില്ല, അവൻ അങ്ങ് മറ്റേ പുണ്യാളൻ പിന്നെ പറയാണ് അവൻ പറഞ്ഞത്. അവൻ ഈ അവിടെ നിൽക്കുന്ന എല്ലാരെ കുറിച്ചും പറഞ്ഞത് എനിക്കറിയാം, മനസ്സിലായോ? അതുകൊണ്ട് നീ ഒരുപാട് അങ്ങ് എന്നെ കൊണ്ട് പറയും. നിനക്ക് മാത്രമാണോ അറിയുന്നേ? അല്ല ഇവിടെ അതാ നീ പറഞ്ഞത്. അതുകൊണ്ട് നീ ഒരുപാട് അങ്ങ് മിസ്റ്റർ പെർഫെക്റ്റ് അവിടെ പോയിട്ട് മറ്റേ റിഗ്രറ്റ് അടി പറയടി എന്നും പറഞ്ഞ മാന്യം കളിക്കല്ലോ, മനസ്സിലായോ? നമുക്കറിയാം ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞ, ഇവന്മാർക്ക് കൊറേ പറയാണ്ട്. ഇവന്മാരത് ഞാനത് ഇന്നേ വരെ പറയണ്ട എന്ന് പറഞ്ഞ് ഞാനും മിണ്ടാതിരുത്തിയതാ, മനസ്സിലായോ? ഇവന്മാർക്കും താല്പര്യമില്ലായിരുന്നു, പക്ഷെ പറയിപ്പിക്കരുത്, മനസ്സിലായോ? നമുക്ക് താല്പര്യമില്ല. ഓർമ്മയിലുണ്ടായാ മതി, മനസ്സിലുണ്ടായാ മതി. അർജവിലും കേറുമ്പോഴേ ഞാൻ ദീഗോട് പ്ലസ് നമ്മളൊക്കെ എല്ലാവർക്കും ഉള്ള സാധനമായിരുന്നു. അങ്ങോട്ടേക്ക് ഒന്നും നമ്മളെ പറയുന്ന ഒരു വാക്ക് പോലും മിണ്ടൂല എന്നുള്ള സാധനത്താണ് നമ്മൾ കേറുന്നത്. നിങ്ങൾ ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ, നിങ്ങൾ ഇതുവരെ 1% മിണ്ടിയിട്ടില്ല, 1% മിണ്ടിയിട്ടില്ലല്ലോ. എന്നിട്ടും നമ്മുടെ അണ്ണാക്കി കോലിട്ട് പുറത്തോട്ട് മറ്റേ അല്ലല്ല പറയട്ടെ ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയിപ്പിക്കരുത്, അത്ര എനിക്ക് മതി. ഒരു ഓസിയിലോട്ടും പോവരുത്, മനസ്സിലായി? ഈ തെറി വിളിക്കുന്നൊക്കെ കൊള്ളാം. വീട്ടിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളി. വീട്ടിൽ ഇരിക്കുന്നവന്മാരെ വിളിച്ചാണ്ടല്ലോ നിന്നെയൊക്കെ പണ്ണും, മനസ്സിലായോ? വലിയ താളം വിടരുത്, ഒരുപാട് അങ്ങ് താളിക്കരുത്, മനസ്സിലായോ? അല്ലല്ല നീയൊക്കെ പറഞ്ഞിട്ടുള്ളതിന്റെ പകുതി വേണ്ട, ഒരു 10% ഇട്ടാൽ മതി. ഞാൻ സീരിയസ്ലി ഞാൻ പറയാണ്, ഇവരൊക്കെ അവരാധിച്ചതിന് അത്ര പകുതി ഞാൻ അവരാധിച്ചിട്ടില്ല. ഞാൻ അവരാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് സീനുള്ളവരായിട്ട് ഞാൻ അവരാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കൂടെ നിൽക്കുന്നവന്മാരെ അവരാധിച്ചിട്ടുണ്ടല്ലോ, ഈ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ പുറത്തറിഞ്ഞാൽ നിനക്കൊക്കെ തന്നെ പ്രശ്നം. അതുകൊണ്ട് മിണ്ടാതിരിക്കുക, ഞങ്ങളും മിണ്ടാതിരിക്കുകയാണ്. നീയൊക്കെ പോയത് ഡയോസിന്ന് തന്നെയാണ്, അതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്കും അറിയാം കുറെ കാര്യങ്ങൾ. അതുകൊണ്ട് ഓസി പ്ലീസ് ഡ്രാഗ് ചെയ്യരുത്, മനസ്സിലായോ? വെറുതെ ഡ്രാഗ് ചെയ്യരുത്. ഗെയിമിലുള്ളത് ഈ ഹേറ്റ് കിട്ടാണെങ്കിൽ പരിപാടി നമുക്ക് കുറെ കാലം ഇരുന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പൊ വാങ്ങിയവര് അപ്പുറത്ത് വീണ്ടും നമുക്ക് തന്നെ തരാന്ന് പറഞ്ഞത് എത്രന്ന് വെച്ചാ അല്ല. ഈ വിക്സി അതല്ല പറഞ്ഞത്. ഗോഡൊക്കെ നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് നോർമലി നമ്മളാണ് അങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവന്മാര് 3 പേര് എടുക്കുന്ന സമയത്ത് ഞാൻ ഷെയ്ക്ക് കൂടി ഇങ്ങനെ ഇരിക്കുക, മറ്റേ 1ാം ക്ലാസ്സിൽ പിള്ളേരിക്കണ പോലെ. ഇവര് 3 ആൾ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറയാം ഓസി വേണ്ട, നമുക്ക് ഇനിയും പ്രോപ്പർ ആയിട്ട് എവിടെ ഒരു മൈരം പോയല്ലോ അതിന്റെ അടുത്ത്. ഛേ, ഗോജോശ്രീ അമ്പി പുണ്ടേന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരു കാര്യം പറയാം, നീ പോയിട്ട് നിന്റെ അണ്ണന്റെ അടുത്ത് പറ, ഗോജോശ്രീ എന്ന് പറഞ്ഞ കുണ്ണയായ നീ ഇവിടെ വന്ന് കമന്റ് ഇടുമ്പം ഞാൻ കുണ്ണയായ നിന്നെയാണ് ഞാൻ തെറി പറയേണ്ടത്, മനസ്സിലായ? അല്ലാതെ ടിവിയേനെയും കൊട്ടേനെ അല്ല ഇപ്പൊ ഞാൻ പറയേണ്ടത്, മനസ്സിലായ? പറയുന്നത് റിലേറ്റ് ആവണുണ്ടെങ്കിൽ നീ അത് നിന്റെ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്ക്. കൊട്ടെ, ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ 2 എണ്ണം വിട്ടപ്പം ഷെയ്ക്ക് എന്നെ പറഞ്ഞു, ടിവിയേനൊന്നും പറഞ്ഞില്ല. അപ്പം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഇനി ആരെങ്കിലും അവരെ പറയണമെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞാൽ മതി. RG സാറിനെ ഷെയ്ക്കിനൊന്നും പറയണ്ടാന്ന്
നീ പോയി പറയ്, മനസ്സിലായ? നിന്റെ അടുത്ത് എനിക്ക് ഇതൊന്നും അത്രേ പറയേണ്ട പറയാനുള്ളൂ. ആവശ്യമില്ല. ഇത് എന്തിനാ ഇത് മയില്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്തിനാ? ഒരു ഗെയിം പറഞ്ഞു വേണ്ടിയാണ് ഇത്രയും കിടന്ന് വീട്ടിലുള്ളവരെ കിടന്ന് വിളിക്കും? ഞാൻ വലിയ മാന്യം കളിക്കുമല്ലോ. എന്തായാലും നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് സിറ്റുവേഷൻ ഇടയിൽ ട്രിഗർ ആയ ഓക്കെ, പക്ഷെ ഇതൊരു ബന്ധമില്ലാത്ത സിറ്റുവേഷനിൽ നമ്മളെ ഇട്ടിട്ട് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവാത്ത. ഇത് അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു എടാ നമ്മളാ സിറ്റിയിൽ പോലും ഇല്ലടാ, നമ്മളാ സിറ്റിയിൽ പോലും ഇല്ല, എന്നിട്ടിരുന്നോണ്ടങ്ങ് തുടങ്ങുക. എവിടെയില്ലാത്ത RC7 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ കളിച്ചവന്മാരെ അവരാധിക്കും. ഈ പാവം മറ്റേ ഉറങ്ങാൻ പോയി മറ്റേ ന്യൂട്ടലേ തിന്ന് കിടക്കാൻ പോയ ഷെയ്ക്കിനെ സീരിയസ്ലി അങ്ങനെ ഒന്നും അറിയുന്നില്ല. അല്ല, ചാറ്റിൽ ആരെങ്കിലും പറഞ്ഞ അപ്പൊ തുടങ്ങും ഈ കുണ്ണ RC7ന്റെ മേപ്പിട്ട് RX100 അവലോകത്തുനിന്ന്. അതൊക്കെ വിട്. രാവിലെ ഒരാള് മറ്റേ പന്തം കണ്ട പോയിച്ചാൽ രാവിലെ ഞാൻ ഉറക്കണിച്ച് ശരി എടാ നീ എന്തെങ്കിലും ചെയ്തോ? ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്ത്? നമ്മുടെ പിള്ളേരെല്ലാം എന്തെങ്കിലും ചെയ്തോ? ഞാൻ പറഞ്ഞു അറിഞ്ഞൂടാ, ഇന്നലെ അർജന്റീന ജയിച്ചു. ഞാൻ വെച്ച് ഇയാൾ ഊക്ക് മേടിക്കാൻ ഇങ്ങോട്ട് ഇരിക്കുന്നതല്ലോ. സാധാരണ അർജന്റീന ജയിച്ചില്ലേ? എടാ ഇന്നലെ ഫുൾ ഇത് തന്തയ്ക്ക് വിളി. അന്നേരമാണ് ഞാൻ ഫോൺ തുറന്നു നോക്കുന്നത്. ഞങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ട് പോലില്ല എന്താ സംഭവം. ശരിക്കും ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുക. എന്നാലും എന്താ കാര്യം? തപ്പി പിടിച്ചിട്ട് ഒന്നും ഒരു കാര്യവും കാണുന്നില്ല. ഇന്നലെ ആരും ലൈവിലൊന്നും പറഞ്ഞതും ഇല്ല, സിറ്റുവേഷനും ഉണ്ടായില്ല, ഒന്നുമില്ല. ആകെയുള്ളതൊരു പീഡിയുടെ സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞു പീഡിയായിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്താ പ്രശ്നം? പിന്നെ തപ്പി പോയപ്പോഴാണ് ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിയണത്. എന്തോ എന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ശരിക്കും തന്നെ കണ്ടുപിടിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു. കുറച്ചെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. DC അൺലോക്ക് ചെയ്യൂല. കൊട്ടാട് ഇരുന്ന് എന്തെങ്കിലും പറയുന്നത് ഇവിടെ കൊണ്ടുവന്നിടാനാണെങ്കിൽ കാണാൻ താല്പര്യമില്ല ഗൈസ്. വയ്യ മടുത്ത് ഈ കൊട്ടേന്റെ ഒക്കെ ഇരുന്ന് കാണാൻ വയ്യ. ഞാൻ ഒരു ഒറ്റ കാര്യം, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ ഫ്ലഫിയുടെ അയാൾ എന്താണ് റിക്രൂട്ട്മെന്റിന്റെ കാര്യം വരുന്നതിന് മുമ്പ് ഞാൻ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മിനിമം ക്ലാസ് എടുത്തു തന്നിട്ടല്ലേ ഇതിൽ കയറിയത്? ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു OC ഒരിക്കലും പോവരുതെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ മാക്കിന്റെ അടുത്ത് എല്ലാം പറഞ്ഞ് അവര് അത് എല്ലാം സമ്മതിച്ചടാ. അത് വേറൊരു കാര്യം. ഞങ്ങൾ അത്രയും കാര്യമായിട്ട് നിന്നിട്ട് ഞങ്ങൾ പറയുന്ന കേട്ടിട്ടാണ് ഞങ്ങളെ റിക്രൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടും ഇത്രയും നാളായിട്ട് പോലും ഇവരൊന്നും പറഞ്ഞിട്ടില്ല OC ആയിട്ട്. പിന്നെ അവിടെ നിന്ന് മറ്റേ വായിക്കാത്ത മറ്റേ ഇത് ഇട്ടിട്ട് മറ്റേ ചുരണ്ടിക്കൊണ്ടിരുന്ന പറയാണ്ടിരിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ വാ തുറന്നതാ. ഞാൻ മിണ്ടാതിരുന്നതല്ലേ. എനിക്ക് ഞാൻ എന്റെ സൈഡിൽ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. ഇതുവരെ അങ്ങോട്ട് ചൊറിഞ്ഞ് വന്നിട്ടില്ല. ഇടക്കിടക്ക് ഓരോരുത്തർ നിങ്ങളെ കൂട്ടത്തിലുള്ളവരെ ഓരോരുത്തരും മറ്റേ ലൈവിൽ മറ്റേ എവിടെ കളിക്കണം, ക്വാളിറ്റി ഉണ്ടോ അണ്ടി ഉണ്ടോ എന്നുള്ള ഇമ്മാരി മറ്റേ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് തോണ്ടിയതാണ്. ആ തോണ്ടിനെ കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ മറ്റേ ബാക്കി ഇപ്പൊ ഈ വന്നതും എല്ലും. ഇത് എലിയും ചോദിച്ചത് അങ്ങനെ പറയാനുള്ളൂ. അങ്ങോട്ട് മറ്റേ അതാ അല്ലല്ല ഇത്ര ആലോചിച്ചാൽ മതി. അല്ലല്ല കൂടെ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കളിച്ചിട്ടുള്ളവരാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവരാധിക്കാനാണ് അതാണ്. അപ്പൊ നിങ്ങൾക്കും പറയാൻ കാണും, ഞങ്ങൾക്ക് അതിനപ്പുറം പറയാൻ കാണും. മനസ്സിലായി? അതുകൊണ്ട് നീ ഊമ്പല് വായിക്കാത്ത വെച്ചോ ഉള്ളത് അങ്ങ് വെച്ചോണ്ടിരിക്കും കുറച്ച് നാളത്തെ. റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം നമുക്കില്ലാതുകൊണ്ട് നിങ്ങളെ അത്ര ഇതൊന്നും അല്ല അത് പോട്ടെ അത് നമുക്ക് കാണുമല്ലോ. നമുക്ക് എവിടെന്നേലും ഒക്കെ നമുക്ക് ഇത് മറ്റേ തലതൊട്ടപ്പിന്റെ അടുത്ത് നമുക്ക് ഈ മറ്റേ സ്വഭാവം തോന്നിട്ടില്ല കൂടെ ഉള്ള സ്വഭാവം. അതുകൊണ്ട് ഇല്ല എന്നാലും ഞാൻ പറയട്ടെ ഉണ്ട്. അല്ലല്ല എന്നാലും ഉണ്ട്. മിക്സ് വിട്, അത് വിട്, അത് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് കാര്യമൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. വൺസ് ഗ്യാങ് ഫോം ആയ റിക്രൂട്ട്സ് വരും. അത്ര അല്ല ഇത് അല്ല ഒരിക്കലും സീരിയസ്ലി പറയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഇതിന്റെ പേരിൽ എക്സലാൻഡിസിൽ ഗ്യാങ് ആവില്ലാന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവന്റെ ഈ കുണ്ണത്തരം പറയണേന് നമ്മളിരുന്ന് തിരിച്ച് ഇതാക്കണേന് അങ്ങനൊന്നും ആക്കിയേക്കല്ലേ. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. സിറ്റിയെ ബാധിക്കുന്ന നമ്മള് സിറ്റി പോലും ഇന്നലെ കേറിയിട്ടില്ല ഇത്രയും അപരാധം കേട്ടതിന്. ഞാൻ കുറെ സമയത്ത് കേറാൻ ശ്രമിക്കുന്നുണ്ട്, ക്യൂ ക്യൂയിലാണ്. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് 2 പാർട്ട് 3 അല്ലെങ്കിൽ അതൊരു പേഴ്സണലി നമുക്ക് താല്പര്യമില്ല. അറക്ക കുറെ വോയിസ് ഉണ്ട് എനിക്ക്. ഞാൻ ഇരുന്നൊരു സൈഡിൽ നിന്നൊക്കെ എനിക്ക് പറയാനും ഇതാക്കാനും കുറെ ഉണ്ട്. ഇനി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, മനസ്സിലായോ? ഇതിവിടെ വിട്ടാ നിങ്ങളെ വഴിക്ക് പോയിക്കോ. നമ്മൾ വന്നിട്ടില്ലല്ലോ, നമ്മൾ നിങ്ങളെ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ നമ്മളെ വഴിയിൽ വന്നാണ്ട് ഒരു 2 കോൺട്രവേഴ്സി എടുക്കട്ടെ. അതെ ഒന്നും ഇല്ല. ഇപ്പൊ പറഞ്ഞില്ലേ TGനൊക്കെ അവരാധിച്ച് തീർന്നു, മനസ്സിലായി. ഇനി അവർ കാര്യമില്ല, ഒന്നുമില്ല അവർക്ക്. ഈ ഗെയിമിലുള്ളത് മാക്സിമം ഗെയിമിൽ തീർക്കുക. നിനക്കൊക്കെ ഒരു ഉപദേശം തരിക. ഞാൻ വേറെ ആരെയല്ല, ഈഗിൾ ബ്രോനെ ഒന്നല്ല പറയുന്നത്. കുറെ വിഷങ്ങളുണ്ടല്ലോ, അവരുടെ അടുത്ത് ഞാൻ പറയാണ്, ഗെയിമിലുള്ളത് ഗെയിമിൽ തീർക്കുക. മിണ്ടാതെ ഞമുങ്ങി എല്ലായിടത്തും ഇരിക്കുക, കളിച്ചോണ്ട് പോവുക. മനസ്സിലായോ? ഈ OC ഡ്രാഗ് ചെയ്യാനാണെങ്കിൽ കുറെ കാണും.
ഇതിന്റെ പുറകെ ഓരോരുത്തരെ അവരാധിച്ചതായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പോയി കുറെ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയാം, തീരത്തില്ല, പറഞ്ഞ തീരത്തില്ല. ജോഷു അറിയാല്ലേ? എനിക്കതറിയില്ലടാ, എന്താടാ നീ എന്താ എന്നോട് ഇങ്ങനെ പറയണേടാ? ഞാൻ അതുകൊണ്ടാ പറയുന്നത്, കൂടെ ഉള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അവിടെ പോയി ഇരുന്നിട്ട് വലിയ മാന്യം കളിക്കില്ല. അതാ ഞാൻ പറയുന്നത്, മിണ്ടാതിരിക്കുക, ഗെയിമിലുള്ളത് ഗെയിമിൽ തീർക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രീമിംഗ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ഞങ്ങളുടെ സ്ട്രീമിംഗ് ഞങ്ങളും കണ്ടിന്യൂ ചെയ്യട്ടെ. വെറുതെ ശല്യപ്പെടുത്തുന്നത് എന്തിനാ? മാന്യമായിട്ടല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തേലും അവരാധിക്കാൻ വന്നോ? ഇല്ലല്ലോ. പിന്നെ ഊമ്പാദം ഉണ്ടായിരുന്നു ഇവിടെ.